നയനങ്ങൾ ഞങ്ങൾക്കാലംബം. ദൈവത്തിൻ തായയാം മേരി മാതാവേ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാലംബം. അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ, അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക്. എല്ലാവരും ചേർന്ന് അമ്മേ അമ്മേ. പരിശുദ്ധ അമ്മേ, ഈ മക്കളെല്ലാം കരയുന്നു. അമ്മയുടെ നീല വസ്ത്രം കൊണ്ട് ഇവരെ പൊതിയണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക്. എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കുക. പാപികൾ ഞങ്ങൾക്കായി കരയുന്നോരമ്മേ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാലംബം. പാപികൾ ഞങ്ങൾക്കായി കരയുന്നോരമ്മേ, നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാലംബം. അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ, അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക്. എല്ലാവരും ചേർന്ന് അമ്മേ. ഓ പരിശുദ്ധ അമ്മേ, ഈ മക്കളെല്ലാം കരയുന്നു. അവരുടെ പാവങ്ങളെ കുറിച്ച് ഓർത്ത് കരയുന്നു. അവരുടെ സങ്കടങ്ങൾ, വേദനകൾ, മുറിവുകള് ആരാലും മനസ്സിലാക്കപ്പെടുന്നില്ലല്ലോ എന്ന ചിന്തകള്. പാപികൾ തൻ ഹൃത്തിൽ വാസം ചെയ്യാനായി നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാലംബം. പാപികൾ തൻ ഹൃത്തിൽ വാസം ചെയ്യാനായി നിറയുന്ന നയനങ്ങൾ ഞങ്ങൾക്കാലംബം. അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ, അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക്. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് അമ്മേ അമ്മേ. ഓ പരിശുദ്ധ അമ്മേ, കരയുന്നു ഞങ്ങൾ, അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക്. കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മേ അമ്മേ. എല്ലാവരും കരങ്ങൾ കൂപ്പി ഭക്തിയോടെ. അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക്. വളരെ ഭക്തിയോടെ പ്രാർത്ഥിക്കുക. അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ, അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക്. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് അമ്മേ അമ്മേ കരയുന്നു ഞങ്ങൾ, അമ്മേ അമ്മേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക്. വിശുദ്ധ കന്യകയായ മർത്തമറിയം മാതാവേ, ദൈവത്തെ പ്രസവിച്ച മാതാവേ, എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കന്യകമാരിൽ കന്യകയായ വിശുദ്ധ മാതാവേ, സ്രഷ്ടാവിന്റെ മാതാവേ, ജ്ഞാനത്തിന്റെ സിംഹാസനമായ മാതാവേ, സ്നേഹത്തിന്റെ പാത്രമായ മാതാവേ,
സ്വർഗത്തിൻ്റെ വാതിലായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതസ്ഥലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഹമാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകമാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പരിശുദ്ധന്മാരുടെ രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് ഹൃദയം തുറന്ന് കർത്താവിനെ ഇപ്പോൾ ആരാധിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, കരങ്ങൾ ഉയർത്തി ആരാധന പിതാവേ, ആരാധന എല്ലാവരും ചേർന്ന് ആരാധന എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ആരാധന എല്ലാവരുടെ മേലും നിറയട്ടെ. പ്രാർത്ഥിക്കുക ദൈവമക്കളെ, സ്വർഗം തുറക്കപ്പെടാനും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്വർഗ കവാടം തുറന്ന് ദൈവമക്കളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുമെന്നും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്നും കൽപ്പിച്ച ദൈവമേ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരുടെ സർവ്വരട്ടെ. മലവെള്ള പാച്ചിൽ പോലെ യേശുവേ ആരാധന. എല്ലാവരും എല്ലാം മറന്ന് പ്രാർത്ഥിക്കുക. മുഴുവൻ ശക്തി, മുഴുവൻ സ്വരം ഉപയോഗിക്കുക. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ പൂർണ്ണ ശക്തിയോടുകൂടി. തൃത്വമേ ആരാധന, ആരാധന ആരാധന, ത്രിത്വമേ ആരാധന. മാലാഖമാരോടും വിശുദ്ധന്മാരോടും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് എല്ലാം മറന്ന് പ്രാർത്ഥിക്കുക. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ വിടട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. യേശുവേ ചേർന്ന് പ്രാർത്ഥിക്കുന്നു.
ഒരിക്കൽ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 യേശുവേ, നിന്റെ സ്നേഹം കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്നേഹമേ ആരാധന സൗഖ്യമേ ആരാധന, ആരാധന ആരാധന സൗഖ്യമേ ആരാധന വചനമേ ആരാധന, ആരാധന ആരാധന വചനമേ ആരാധന ഓ യേശുവേ, നിന്റെ മുറിവേറ്റ കരം ആരാധന ഓരോ മക്കളുടെ മേൽ നീ വെക്കണമേ. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഈ മക്കളെല്ലാം സൗഖ്യപ്പെടട്ടെ. വേദന അനുഭവിക്കുന്നവരുണ്ട്. ആരാലും മനസ്സിലാക്കപ്പെടുന്നില്ലല്ലോ എന്ന് ദുഃഖത്തോടെ നടക്കുന്ന മനുഷ്യർ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. മക്കളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കന്മാർ, മക്കളിൽ നിന്ന് വേണ്ടത്ര ആദരവോ സ്നേഹമോ കിട്ടാതെ വേദനിക്കുന്ന മാതാപിതാക്കന്മാർ വന്നു പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കള് അവരുടെ നാവിൽ നിന്നോ ഇത്തരം വാക്കുകളോ ഇത്തരം പ്രവർത്തികളോ ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ കുറവ്. പാപജീവിതവും കൊണ്ട് തളർന്നു പോയ സ്ത്രീകൾ, ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന തകർച്ചകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മൂലം തകർന്നു പോയ ജീവിതവുമായി നിൽക്കുന്ന മക്കൾ, വിവാഹം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ദമ്പതികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, കർത്താവെ, നിന്റെ മുമ്പിൽ കൈനീട്ടിയ ഒരു വ്യക്തിയെയും നീ വെറുതെയോടെ പറഞ്ഞയച്ചിട്ടില്ല. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടിയുള്ള ദൈവികപരമാണ്. ദൈവജനത്തിന്റെ പ്രാർത്ഥനകളും യാതനകളും അങ്ങയുടെ മുമ്പിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്തയച്ചത്. അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്തുവാനും പൈശാചിക ശക്തികളെ ബഹിഷ്കരിച്ച് ദൈവജനത്തെ മോചിപ്പിക്കാനും അങ്ങ് ഞങ്ങളെ പറഞ്ഞയച്ചു. രോഗികളായിരിക്കുന്ന മക്കൾ തങ്ങളുടെ രോഗങ്ങളെ സമർപ്പിക്കുക. ഇപ്പോൾ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തേണ്ട സമയം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ലാസറിന്റെ കുഴിമാടത്തിലേക്ക് ചെന്ന കർത്താവെ, നീ എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാസർ ഉയർക്കുന്നതിന് മുമ്പ് തന്നെ കുഴിമാടത്തിന്റെ ചുവട്ടിൽ നന്ദി പറഞ്ഞ കർത്താവെ, നിന്റെ നാമത്തിൽ ഈ ഓരോ മക്കളെയും നീ സുഖപ്പെടുത്തി എന്നതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഈ മക്കൾക്ക് സൗഖ്യവും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വിട്ടുമാറാത്ത അസ്വസ്ഥതകളും ബന്ധനങ്ങളും പാപങ്ങളും മോചിപ്പിക്കുന്നു. ഇവരുടെ ഭവനങ്ങളിലെ തകർച്ചകൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപയുടെ നാമത്തിൽ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഭവനത്തിലെ ശാപങ്ങളും ബന്ധനങ്ങളും നിരോധനങ്ങളും നീങ്ങിപ്പോവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഇടവക അനുഗ്രഹിക്കപ്പെട്ട് നാൾതോറും വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഭൂമിയിൽ ആരെങ്കിലും ഇവരെ ശപിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇവരെ പഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിന്റെ ശക്തിയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഇവരുടെ ശാപങ്ങളും ബന്ധനങ്ങളും ഇവരിൽ നിന്ന് വിട്ടുമാറി നീങ്ങിപ്പോകുവാനും ഇവർ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായി തീരുവാനും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ മക്കളിലേക്കും വ്യാപരിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടു. പത്രോസ് അപ്പോസ്തലൻ കരമുയർത്തി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ അപ്പോസ്തോലിക അധികാരത്താൽ ദൈവമേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക കൃപയാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ളിലുള്ള ഓരോ മക്കളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനും, കർത്താവ് ഇവർ കൃപകൾ വരദാനങ്ങൾ കൊണ്ട് നിറയുവാനും, ഇവരുടെ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കാനും വേണ്ടി ഇപ്പോൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ,
ഈ പരിശുദ്ധ സഭയെ നൂറ്റാണ്ടുകളായി വിശ്വാസത്തിൽ പിടിച്ചു നിർത്തിയ പിതാക്കന്മാരെ, നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങളിതാ ചോദിക്കുന്നു. അടുത്ത തലമുറയിലേക്ക് വിശ്വാസം കൈമാറി കൊടുക്കുവാൻ ഇതാ ഈ ദൈവമക്കളുടെ മേൽ വിശ്വാസത്തിന്റെ ചൈതന്യവും അഭിഷേകവും പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് സൗഖ്യത്തിനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് തൊട്ടാലും നാഥ, ഒന്നു തൊട്ടാലും നാഥ, സൗഖ്യം തന്നാലും. ചോദിക്കുന്നവർക്കെല്ലാം ദൈവം സൗഖ്യം നൽകുന്ന സമയം. വിശ്വസിക്കുക. നിൻകരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. ചോദിക്കുക കർത്താവിനോട് ഈ പ്രാർത്ഥനയിലൂടെ. ഒന്നു തൊട്ടാലും നാഥ, സൗഖ്യം തന്നാലും. നിൻകരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. മനസ്സിന്റെ ദുഃഖങ്ങളൊക്കെ കർത്താവിന് വിട്ടുകൊടുക്കുക. ഒന്നു തൊട്ടാലും നാഥ, നിന്റെ കണ്ണുനീരൊന്നും ഒരിക്കലും തോരുന്നില്ലല്ലേ? സൗഖ്യം ഇതാ നീ തമ്പുരാന്റെ മുമ്പിലാ വന്നിരിക്കുന്നു. നിൻകരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. നീ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണോ? നിന്റെ രോഗങ്ങളെ കർത്താവിന് ഇപ്പോൾ സമർപ്പിക്കുക. കർത്താവ് സുഖപ്പെടുത്തട്ടെ. ഒന്നു തൊട്ടാലും നാഥ, മകനെ, സൗഖ്യം മകളെ, നീ കരയരുത്. നിന്റെ പിതാവാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. നീ എന്തിനാ വിശ്വസിക്കുന്നു? വിശ്വസിക്കുക. വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവം സൗഖ്യം വർഷിക്കും. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് നടക്കുമെന്ന് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ നിങ്ങൾ വിശ്വസിക്കരുത്, ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുക. മാനസിക രോഗികൾ പ്രാർത്ഥിക്കുക. ദൈവമേ, മനസ്സിന് താളം തെറ്റിപ്പോയവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നു തൊട്ടാലും നാഥ, തളർന്നു കിടക്കുന്ന കുഞ്ഞ്, ദൈവമേ, ഒരു തളർന്ന കുഞ്ഞിനെയുമായിട്ട് വന്ന മാതാപിതാക്കന്മാർ ആ കുഞ്ഞിനെയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നീ ആ കൊച്ചിനെ അങ്ങ് തൊടണമേ. അവന്റെ കൈകാലുകൾ ബലപ്പെടട്ടെ. അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ബലപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകട്ടെ. തൊട്ടാലും നാഥ, സൗഖ്യം തന്നാലും. നിൻകരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. എല്ലാവരും കണ്ണുകൾ അടച്ച് ദൈവാത്മാവിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്ന സമയമാണിത്. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് സഭയ്ക്ക് മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം പല മക്കൾക്കും അനുഭവിക്കാൻ സാധിക്കുന്ന നിമിഷമാണിത്. പലരുടെയും മനസ്സിൻ്റെ ദുഃഖങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു. നിന്റെ അമ്മയുടെ ഉദരം മുതൽ നീ അനുഭവിച്ചിട്ടുള്ള നൂറായിരക്കണക്കിന് വേദനകളുമായിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത്. നിന്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. ഇതാ നിന്റെ മുറിവുകളെ വെച്ച് കെട്ടുന്നവൻ നിന്റെ മധ്യത്തിലുണ്ടെന്ന് നീ ഓർക്കുക. അവൻ്റെ വചനമാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ വെറും ഉപകരണങ്ങൾ മാത്രം. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ചുറ്റുപാട് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. അവരും കണ്ണുനീരോടെയാണ് കടന്നു വന്നിരിക്കുന്നത്, അവരും വേദനയോടെയാണ് വന്നിരിക്കുന്നത്. തമ്പുരാനെ, ഈ വലിയ ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്റെ വലിയ സാന്നിധ്യം നീ വെളിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ചില പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടും
അതിൻ്റെ കുറ്റബോധം നീങ്ങാത്ത മക്കളുണ്ട്. ആ കുറ്റബോധങ്ങൾ ഇപ്പോൾ എടുത്തു മാറ്റി നിന്റെ എല്ലാ പാവങ്ങളെയും ക്ഷമിച്ചിരിക്കുന്നു. ചില പാവങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം മാറാത്ത മക്കളിനകത്ത് ഇപ്പം തെറ്റിപ്പോയല്ലോ എന്ന ചിന്ത, യൗവനത്തിൽ വലിയ പാപത്തിൽ ചെന്ന് വീണതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാം വേട്ടയാടുന്ന മക്കളുണ്ട്. ഇതാ നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആത്മാവ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കർത്താവേ, നീ ഓരോ മകൻ്റെയും മകളുടെ അടുക്കിലേക്ക് ചെല്ലണമേ. നിന്റെ മുറിവേറ്റ കരങ്ങൾ നീ അവരുടെ മേൽ വെക്കണമേ. മാറോടണച്ച് ഇപ്പോൾ ആശ്വസിപ്പിക്കണമേ. ഈ ഭൂമിയിൽ പലപ്പോഴും ഞങ്ങളെ ആശ്വസിപ്പിക്കാനോ ഞങ്ങളുടെ മുറിവ് വെച്ച് കെട്ടാനോ ആരുമില്ല. ആശ്വസിപ്പിക്കേണ്ടവർ പോലും ഞങ്ങളെ മുറിപ്പെടുത്തുന്നവരായി മാറുന്നു. വലിയ പ്രതീക്ഷയോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ജീവിത പങ്കാളിയിൽ നിന്ന് സമാധാനവും സന്തോഷവും ആശ്വാസവും പ്രതീക്ഷിച്ചു. ഒന്നും ലഭിക്കാത്ത മക്കളിൽ നിന്ന് സമാധാനവും സന്തോഷവും പ്രതീക്ഷിച്ച് മക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കന്മാർ സന്തോഷവും സമാധാനവും കിട്ടാതെ കരയും. ദേവാലയത്തിൽ സമാധാനം പ്രതീക്ഷിച്ച് വന്നപ്പോൾ സഹജീവികളിൽ നിന്ന് പോലും തരം താഴ്ത്തുന്നത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തമ്പുരാനെ, ആരുമില്ലല്ലോ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക്. ഇങ്ങനെ വേദനിക്കുന്ന മക്കൾക്കെല്ലാം ഇപ്പോൾ അങ്ങ് ആശ്വാസദായകനായി അവരുടെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനുമല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിവില്ലല്ലോ. എന്നാൽ ഇറങ്ങി വന്ന് സ്പർശിച്ചനുഗ്രഹിച്ച് സുഖപ്പെടുത്തേണ്ട ശക്തി നിൻ്റേതാണ്. ദൈവമേ, ഈ മക്കളുടെ യോഗ്യത നോക്കിയാൽ ഒരിക്കലും ഇവരെ അനുഗ്രഹിക്കാൻ നിന്നെ കൊണ്ടാവില്ല. എല്ലാ യോഗ്യതകളും അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് ഇവരെ ഇപ്പോൾ തൊട്ട് അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തുന്നതിനാൽ സ്തുതിക്കുന്നു. ഇവരുടെ രോഗങ്ങൾ എടുത്തു മാറ്റുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇവരുടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വലിയ അനുഗ്രഹത്തോടും അഭിഷേകത്തോടും കൂടെ ഭവനത്തിലേക്ക് പോകുവാൻ ഇവരെ നീ അനുഗ്രഹിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സ്നേഹ സാന്നിധ്യം പ്രത്യേകം തേടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ ഏറ്റുപാടാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല, കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.
ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താണിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഏറ്റുപാടാം. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. കൈയടിച്ച് പാടുക, കൈയടിച്ച് പാടുക. സങ്കടമാകും ചെങ്കടലെന്നെ ചുറ്റുമ്പോ, സങ്കടമാകും ചെങ്കടലെന്നെ ചുറ്റുമ്പോ, തൃക്കരമെന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ, തൃക്കരമെന്നെ താങ്ങുന്നേ അക്കരെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. വിശ്വാസത്തോടെ ഒന്ന് ചേർന്ന് കരമടിച്ചു പാടാം. വിശ്വാസത്തോടെ എല്ലാവരും ചേർന്ന് പാടട്ടെ. നീ കിടക്കും കണ്ണിക്കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു, നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണിക്കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു, നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും, ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക മടക്കിയെടുത്തു, ശാപക്കിടക്ക ചുരുത്തിയെടുത്തു, ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. എല്ലാവരും ചേർന്ന് പെരുമഴ പോൽ അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല. അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, എന്നിവരെയും ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. എന്നിവരെയും ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. സ്വരമുയർത്തി പാടാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താണിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താണിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. അത്ഭുതം പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഏറ്റുപാടാം. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മളിലേക്ക് കടന്നു വരും. അങ്ങനെ ആരാധിക്കുന്ന മനുഷ്യനെ ആരാധിച്ച് ആരാക്കി തീർക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, പരിശുദ്ധനാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു.
നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പലരെയും നമ്മൾ പരിശുദ്ധൻ എന്നാണ് വിളിക്കുന്നത്. പലരും പരിശുദ്ധനായതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം അവർ തങ്ങളുടെ ജീവിതത്തിൽ സത്യദൈവത്തെ കൃത്യമായി ആരാധിച്ചിരുന്നു എന്നതാണ്. കുറവുകളും പോരായ്മകളും നമ്മളെപ്പോലെ തന്നെ അവരുടെ ജീവിതകാലത്ത് ഒരുപക്ഷെ അവർക്കുണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവർ ആരാധിക്കേണ്ട രീതിയിൽ കൃത്യമായി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണത്തിന് പരിമല തിരുമേനി എല്ലാ നേരവും കുമ്പിട്ട് പ്രാർത്ഥിക്കുകയും നോമ്പ് ദിവസങ്ങളിൽ കൃത്യമായി നോമ്പെടുക്കുകയും ഉപവസിക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ വയറ് തകർന്നുപോയി. അവസാന കാലത്ത് രക്തം ഒഴുകുമായിരുന്നു. എന്നാലും കുമ്പിടിയിലൊന്നും നിർത്തിയില്ല. വീണ്ടും കുമ്പൊക്കെ ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. ആരാധിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കും തോറും അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വിശുദ്ധി കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ ഒരു വിശുദ്ധ സമൂഹമായിട്ട് സഭയിലെ ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യം ഒന്ന്, കൃത്യമായി ആരാധനയിൽ പങ്കെടുക്കുക എന്നതാണ്. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം കൃത്യമായി കൃത്യസമയത്ത് പള്ളിയിൽ പോകുന്ന ശീലം ഇന്ന് തൊട്ട് തുടങ്ങണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ 8:45 നിങ്ങളവിടെ ചെന്നിരിക്കണമെന്നല്ല അർത്ഥം. മറിച്ച് 8 മണിക്കെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു 5-10 മിനിറ്റ് മുമ്പെങ്കിലും എന്ത് ചെയ്യണം? നമ്മളവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്. എനിക്കൊരു വല്യമ്മച്ചിയുണ്ട്. ഞങ്ങൾ കുമരകം പള്ളി ഇടവക്കാരായിരുന്നു. കുമരകം പള്ളി ഇടവകയിലേക്ക് എനിക്ക് 3 വയസ്സുള്ളപ്പോൾ രാവിലെ ഒരു തുള്ളി പച്ചവെള്ളം പോലും തരാതെ വല്യമ്മച്ചി ഞങ്ങളെയും കയ്യെ പിടിച്ച് ഒരൊറ്റ പോക്കാം. കുർബാന തുടങ്ങുന്നതിന് മുമ്പ്, കുർബാനയ്ക്ക് നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയുടെ വാതിൽക്കൽ പോയി നിൽക്കും. എന്നിട്ട് അവിടുത്തെ വല്യച്ഛൻ പള്ളിക്കകത്തോട്ട് കയറാതെ ആരും കയറുകയില്ല. അതുകൊണ്ട് പുറത്ത് നിൽക്കും. അച്ഛൻ കയറിക്കഴിഞ്ഞാൽ ഉടനെ പുറകെ അങ്ങ് കയറും. ഞാനന്ന് വല്യമ്മച്ചെ പ്രാവുമായിരുന്നു. ഈ പള്ളിയിൽ ഒരു മനുഷ്യൻ പോലും വരുന്നതിന് മുമ്പേ നമ്മളിവിടെ പള്ളി വന്ന് നിൽക്കുക. പോകണമെങ്കിൽ എപ്പോഴാണ് പോകാൻ പറ്റുന്ന? ആളുകളൊക്കെ വന്ന് തിങ്ങി നിറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും വയറ് കാലിയാകും. ഇതാരോട് പറയാൻ? പറഞ്ഞാൽ വല്ല പ്രയോജനമുണ്ട്? അതുകൊണ്ട് ഞാനൊന്നും അന്നൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞാൽ കണ്ണുപിടിച്ച് കാണിക്കും എല്ലാവരും കൂടെ. അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ പോയി. അന്നത്തെ കാലത്ത് ഞാൻ ഈ കൊച്ചു പയ്യനായി ചെല്ലുന്ന കാലത്ത് അന്നും ഈ ചട്ടയും മുണ്ട് ഉടുത്തിരുന്ന 6 അടി പൊക്കമുള്ള ഒരമ്മച്ചി ഉണ്ടായിരുന്നു. അന്നും പുള്ളിക്കാരത്തി അമ്മച്ചിയാണ്. അതിനുശേഷം ഞാൻ വളർന്ന് അച്ഛനായി മെത്രാപ്പോലിത്തയായി ഈ അടുത്ത കാലത്ത് പള്ളിയിൽ ചെന്നു. അന്നേരം എനിക്ക് തോന്നുന്നു ഒരു 100 വയസ്സിന് മേളിൽ ഈ അമ്മച്ചിക്ക് ഇപ്പോഴുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കുഴപ്പവും ഇല്ലാതെ അവിടെ അങ്ങ് നിൽക്കുക. ഇപ്പോഴും ആരോഗ്യത്തിന് കുഴപ്പമില്ല. പുള്ളിക്കാരത്തി അന്ന് പള്ളിയിൽ ഏറ്റവും ഫ്രണ്ട് വരുവാൻ തുടർച്ചയായി വർഷങ്ങളോളം. ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങളവിടെ നിന്ന് താമസം മാറ്റി മീനിടത്ത് വന്നു. 3 കിലോമീറ്ററോ മറ്റോ നടന്നാണ് ഒരു പള്ളി, യാക്കോബായ പള്ളി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ അവിടെ ഒരു ചേട്ടൻ നിന്ന് വളരെ ഉച്ചത്തിൽ പ്രഭാത പ്രാർത്ഥന തൊട്ടങ്ങോട്ട് കീറാൻ തുടങ്ങും. അതിവിടുത്തെ ഈ കൊയറുകാരെ ഒന്നും പുള്ളി വകവെക്കുകയില്ല. പുള്ളി കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ നോക്കിയിട്ട് അലറുകയാണ്. ഒച്ചത്തിലങ്ങോട്ട് പിടിപ്പിക്കുകയാണ് പുള്ളി. അപ്പം ഞാനന്നേരം ഉറങ്ങി. ചേട്ടന് ഇച്ചിരി പതുക്കെ ചൊല്ലാൻ മേലെ. കൊയറുകാരുടെ താളം തിരിക്കുന്ന രീതിയിലുള്ള കീച്ചാണല്ലോ കീച്ചെന്ന്. ഞാൻ ഈ അടുത്ത കാലത്ത്, അന്ന് എൻ്റെ കൊച്ചു പ്രായത്തിൽ, കാരിക്കാമറ്റം പള്ളിക്കാരനാണെന്ന് തോന്നിയിരിക്കുന്നത്. ആണോ? അല്ല, ആയിരിക്കുന്നത് അല്ലേ? അതെ, അല്ല ഞാൻ അവിടെ അങ്ങനത്തെ ഒരു ഷേപ്പുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാനവിടെ ഈ അടുത്ത കാലത്ത് മെത്രാപ്പൊലിത്തയായിട്ട് ധ്യാനിപ്പിക്കാൻ ചെന്നു. അപ്പോഴും യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ ഈ ചേട്ടൻ ഏറ്റവും ഫ്രണ്ടിൽ അതേ സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട്. അവിടുത്തെ ക്ലോക്ക് വരെ നിന്നുപോയി പ്രായമായിട്ട്. പക്ഷേ പുള്ളിക്കൊരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ച് സന്ധ്യയ്ക്ക് 1 മണിക്കൂർ ഞാനും കൂടെ പ്രാർത്ഥിക്കും. യാമപ്രാർത്ഥനകളൊക്കെ ചൊല്ലി, പാമ്പാക്കട പുസ്തകമൊക്കെ ചൊല്ലി കുമ്പിട്ട് പ്രാർത്ഥിക്കും. രാവിലെ ഇത് തന്നെ ഞാൻ പ്രയോഗിക്കും. പള്ളിയിൽ ഞായറാഴ്ച കൃത്യമായിട്ട് വരും. ഒരു ആരോഗ്യ പ്രശ്നമില്ല. 85-90 വയസ്സടുത്തായി. 85 വയസ്സാമറ്റായി. ഒരു കുഴപ്പമില്ല.
അപ്പോൾ രോഗസൗഖ്യത്തിന് യോഗ പരിശീലിക്കുന്നവരുണ്ട്. അതിനേക്കാളും നല്ല പരിശീലനമാണ് കൃത്യമായി ആരാധനയ്ക്ക് വരിക. ഇനി ദൈവജനത്തിൻ്റെ വിശുദ്ധി നിലനിർത്താൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അടുത്ത ദൈവകൃപയാണ് 7 കൂദാശകൾ. എത്രയാണ്? 7 കൂദാശകൾ. ഏതൊക്കെയാണ്? മാമോദീസ ഒന്നും പോരുന്നില്ലല്ലോ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്. എന്നാക്കിയാ ഇങ്ങനെയൊക്കെ എല്ലാവരും പറയും. മാമോദീസ, മൂറോൻ, വിശുദ്ധ കുർബാന, കുംഭസാരം, വിവാഹം, പൗരോഹിത്യം, തൈലാഭിഷേകം. 7 കൂദാശകൾ. ഈ 7 കൂദാശകളുടെയും പ്രത്യേകത എന്താണെന്നറിയോ? 7 കൂദാശയിലൂടെയും ദൈവത്തിൻ്റെ വിശുദ്ധി മനുഷ്യനിലേക്ക് പകരുന്നു. കൂദാശ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ചോദ്യം ചോദിക്കാനായിരുന്നെങ്കിൽ കോട്ടയത്തുനിന്ന് വടക്കമ്പറൂർ വരെ തിരുമേനി വെറുതെ പോരണ്ടായിരുന്നു. ഈ കൂദാശ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ശുദ്ധീകരിക്കുക. കണ്ടോ, മച്ചായനെല്ലാം അറിയാം. ഇത്ര ആരോഗ്യത്തോടെ ഇവിടെ ഇരിക്കാൻ കാരണം എന്താ? ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ ഓർക്കണം, ശുദ്ധീകരിക്കുക. അപ്പോൾ കൂദാശാധിഷ്ഠിത ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂദാശ സ്വീകരിക്കും തോറും സ്വീകരിക്കുന്നവരാരായി തീരണം? വിശുദ്ധരായി തീരണം. അങ്ങനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധി കടന്നു വരുന്ന ഒരു കൂദാശയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, പൗരോഹിത്യം. സഭയ്ക്ക് ദൈവം കൊടുത്ത ദാനമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ദാനമല്ലത്, സഭയ്ക്ക് ദൈവം കൊടുത്ത ദാനമാണ്. അത് സഭ ജനത്തിന് വേണ്ടി, സഭ എന്ന് പറഞ്ഞാൽ നിങ്ങളാ, നിങ്ങളും എല്ലാവരും കൂടുന്ന സഭ. രാജകീയ പൗരോഹിത്യം സഭയ്ക്ക് കൊടുത്ത ദാനമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയും നിങ്ങളുടെ എല്ലാം കൂടെയാണ്. നിങ്ങൾക്ക് വേണ്ടി പരികർമ്മം ചെയ്യാൻ അത് പുരോഹിതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അതെടുത്ത് എന്ത് ചെയ്യും? ഞങ്ങൾ പ്രയോഗിക്കും. അങ്ങനാണെങ്കിൽ പൗരോഹിത്യം ആർക്കുള്ള ദാന? നിങ്ങൾക്കുള്ള ദാനം, എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. അതുകൊണ്ടാണ് പൗരോഹിത്യം എനിക്ക് പ്രയോജനപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും. ഉദാഹരണത്തിന്, എനിക്ക് പാപമോചനം വേണം. പാപമോചന അധികാരം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുക, എന്നാലും ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, എന്നാൽ രാവിലെ എൻ്റെ പാപം അങ്ങ് മോചിപ്പിച്ചേക്കാം. ഞാൻ തലേ കൈവച്ചേച്ച്, ഫീലേക്സിനോസേ, നിൻ്റെ പാപങ്ങളെല്ലാം ഇതാ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ പാപമോചനം ഉണ്ടാവുമോ? ഇല്ല. എനിക്ക് പാപമോചനം കിട്ടണം, ഞാൻ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മാത്രമേ എനിക്കെന്ത് കിട്ടത്തുള്ളൂ? ഉണ്ടോ? അപ്പോൾ പൗരോഹിത്യം സഭയുടെ ദാനമാണ്. അതിൽ നിന്ന് അനുഗ്രഹം കിട്ടണമെങ്കിൽ ആ പൗരോഹിത്യത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തണം. പരിശുദ്ധ പാത്രക്കീസ് ബാവ അടക്കമുള്ള എല്ലാവരും ഒരു പൗരോഹിത്യത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി തല കുനിച്ചാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? എല്ലാവരും കുമ്പസാരിക്കണം. എല്ലാവർക്കും പാപമോചനം വേണമെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ മുമ്പിൽ, അച്ഛൻ്റെ മുമ്പിൽ കുമ്പസാരിച്ചാലും മതി. പാത്രക്കീസ് ബാവയ്ക്ക് ഇപ്പം കുമ്പസാരിക്കണം തോന്നുന്നു. ഒരു പുരോഹിതനെ വിളിച്ച് നിർത്തിയിട്ട് ആ പുരോഹിതൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കുമ്പസാരിക്കാൻ പറ്റും. അപ്പോൾ പൗരോഹിത്യമുള്ള ആരുടെ എടുക്കൽ ഇപ്പം എനിക്ക് കുമ്പസാരിക്കണം, നമ്മുടെ തൈപ്പറമ്പ് അച്ഛനെ വിളിച്ചിട്ട് അച്ഛാ എനിക്ക് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞ് മുട്ടുകുത്തി പാപമോചനം എനിക്ക് നൽകിയാൽ എൻ്റെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടും. അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുന്ന ദാനമാണ് പൗരോഹിത്യം. അപ്പോൾ അത് നിങ്ങൾക്കുള്ള ദാനമാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പുരോഹിതനെ കണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരം സ്വീകരിക്കണം. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ ദൈവകൃപയും വിശുദ്ധിയും കൂടുതലായി കടന്നു വരാൻ തുടങ്ങും. ഇനി അതുപോലെ തന്നെ മറ്റൊരു കൂദാശയാണ് വിവാഹം എന്ന കൂദാശ. എന്തിനാ കൂദാശ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധീകരണം, വിശുദ്ധീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാളെ കല്യാണം കഴിപ്പിക്കുന്ന എന്തിനാ? നമ്മുടെ ആളുകളുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇതാ ഇച്ചിരി പ്രാർത്ഥന, ഇച്ചിരി പള്ളിയൊക്കെ ഉള്ളവനെ എന്ത് ചെയ്യും? നോക്കടാ, ഇവനെ അച്ഛനാകാൻ കൊള്ളാമല്ലോ, അവനെ നമ്മൾ അച്ഛനാക്കാൻ പെടും. ഇനി അച്ഛനായിട്ട് ഇച്ചിരൂടിയൊക്കെ സ്പിരിച്വാലിറ്റി കാണുകയാണ്, പറയും ഇവനെ പെണ്ണ് കെട്ടിക്കണ്ട, എന്ത് ചെയ്തേക്കാം? ഇവനെ അതിൻ്റെ അടുത്ത ഗണത്തിലേക്ക് വല്ലതും സന്യാസിയായിട്ട്
വിട്ടേക്കാം. വേറൊരു പയ്യനെ നമ്മൾ കണ്ടു. ചെറുപ്പത്തിൽ തന്നെ 2 വാട്ടീസ് അടിക്കാൻ തുടങ്ങി. 18-19 വയസ്സ് കഴിഞ്ഞപ്പോൾ മതിലേ കയറി മുകളിലോട്ട് നോക്കാൻ തുടങ്ങി. 10-22 വയസ്സ് കഴിഞ്ഞപ്പം മതിലേ നിന്ന് അപ്പുറത്തോട്ട് ചാടി. അതോടുകൂടി വീട്ടുകാർ ചിന്തിച്ചു, ഇവനെ എന്ത് ചെയ്തേക്കാം, പെണ്ണ് കെട്ടിച്ചേക്കാം. ചില ആളുകൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് കല്യാണം എന്ന് പറയുന്നത് എന്താണ്, അത്ര നന്നായിട്ട് ജീവിക്കാൻ പറ്റാത്തവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് എന്തിനെ കാണുന്നത്, വിവാഹമെന്ന കൂദാശ. പ്രിയമുള്ളവർ, അങ്ങനത്തെ ഒരു കൂദാശയല്ല വിവാഹമെന്ന കൂദാശ. വിവാഹമെന്ന കൂദാശയ്ക്ക് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, അതൊരു ദൈവവിളിയാണ്. ഒരു ദൈവവിളിയാണ്. എന്തിനുള്ള ദൈവവിളി? ഇതാ കുടുംബ ജീവിതത്തിലൂടെ വിശുദ്ധനാകാനുള്ള ദൈവവിളി. എന്തിനുള്ള ദൈവവിളിയാ? ഈ കുടുംബ ജീവിതത്തിലൂടെ ഇവൻ ആരായി തീരണം? ഒരു വിശുദ്ധനായി തീരണം. സന്യാസ ജീവിതം എന്തിനാ കൊടുക്കുന്നത്? സന്യാസത്തിലൂടെ ഇവൻ ആരായി തീരണം? വിശുദ്ധനായി തീരണം. അങ്ങനാണെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിച്ച് എന്തിനായി തീരാൻ വേണ്ടിയാ? കുടുംബജീവിതം നയിച്ച് വിശുദ്ധരായി തീരാൻ വേണ്ടിയാ. അങ്ങനാണെങ്കിൽ ഇവിടെ തലനരച്ച് അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഇരിപ്പുണ്ട്. നമ്മൾ എന്ത് വിളിക്കേണ്ടതാണ്? വിശുദ്ധ ചാക്കോച്ചനും വിശുദ്ധ അന്നമ്മേ. ഞാനിത് നിങ്ങളെ വിളിച്ചാൽ മരുമക്കൾ എന്നെ തല്ലിക്കൊല്ലും. മനസ്സിലായില്ലേ? മക്കൾ തല്ലിക്കൊല്ലും. പ്രിയമുള്ളവർ, അതാണ് അവസ്ഥ. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഇതാ വിശുദ്ധി, കർത്താവ് ഭൂമിയിലേക്ക് വന്ന് ദൈവഹിതം നിറവേറ്റി 33-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ ചെയ്യാവുന്ന മുഴുവൻ നന്മകളും ചെയ്ത് അവൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. നമുക്കറിയാം, ഇന്ത്യയിലൊന്നും കർത്താവ് വന്നിട്ടില്ല. ഇന്ത്യയിലൊന്നും വന്നിട്ടില്ല. ഇസ്രായേലിൽ മാത്രമാണ് അവൻ കറങ്ങി നടന്നത്. എന്നിട്ടും ലോകം മുഴുവനും അവൻ്റെ വിശുദ്ധി പകർന്നു. അതുകൊണ്ട് നിങ്ങൾ ലോകം മുഴുവനൊന്നും പോകണ്ട. നമുക്കറിയാം, ചോറ് കലത്തിനകത്തിട്ട് അടിയിൽ തീ കത്തിച്ചു, വെന്തോന്നറിയുന്നത് എങ്ങനെയാ? ഓരോ ചോറും എടുത്ത് ഞെക്കി നോക്കി, എല്ലാം വെന്തു. അങ്ങനാണോ? അല്ല. പിന്നെങ്ങനെ വെന്തോന്നറിയുന്നത്? ഒരെണ്ണം എടുത്ത് ഞെക്കി നോക്കിയപ്പോൾ ഞെക്ക് കൊണ്ടാൽ മനസ്സിലായിക്കോണം മൊത്തം ചോറും വെന്തെന്ന്. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇതാ നിങ്ങളുടെ ജീവിത പങ്കാളിയോടും മക്കളോടും അതുപോലെ അമ്മായിയപ്പനോടും അമ്മായിയമ്മയോടും ഒക്കെയുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ യേശു അവരെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായെന്ന അർത്ഥം? വിശുദ്ധരായത്. യേശു ക്ഷമിച്ചതുപോലെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ, ദൈവമേ, ആ വടക്കംപറവൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് നടുക്ക് എന്നെ യോമാര് കൊണ്ട് കെട്ടിത്തൂക്കിയിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് പറഞ്ഞേനെ, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. നിന്റെ കാൽവറി ഏതാണെന്നറിയോ? നിന്റെ ഭവനമാണ്, നിന്റെ വീടാണ് നിന്റെ കാൽവറി. അവിടേക്ക് ദൈവം നിന്നെ അയച്ചതാ. ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, നിന്നെ അങ്ങോട്ട് അയച്ചതാ. ഒരു പെണ്ണിന്റെ കാര്യം തന്നെ എടുക്കാം. ഇതാ ദൈവം തിരഞ്ഞെടുത്തു. ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് വളർന്ന് ഇതാ കുടുംബജീവിതത്തിലേക്ക് കയറി. കുടുംബജീവിതത്തിൽ കയറിയപ്പോൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, അങ്ങോട്ട് കയറി. പ്രിയമുള്ളവരെ, ആരുടെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നെന്നാണ് രാവിലെ പറഞ്ഞത്? ആരുടെ ഇഷ്ടം നിറവേറ്റാൻ വന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷേ കല്യാണം കഴിച്ച് നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു? എന്തെല്ലാം ഇഷ്ടങ്ങളും എന്തെല്ലാം ആഗ്രഹങ്ങളും എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ട് അങ്ങോട്ട് ചെന്നു. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ആ വീട്ടിലോട്ട് പോവുകയാണ്. ആൻറ്റിയുടെ പേരന് ബീന. അപ്പം ബീന എന്ന് പറയുന്ന ഈ സഹോദരി കല്യാണം കഴിച്ച്, ഞാൻ ഉദാഹരണമാണ് കേട്ടോ, കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്ക് ചെന്നു. ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി പ്രതീക്ഷകളും. ചെറുപ്പം മുതലേ ആഗ്രഹമായിരുന്നു ഒരു നല്ല കുടുംബജീവിതം, കല്യാണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അങ്ങനെ അങ്ങോട്ട് ചെന്ന് കയറി കല്യാണം കഴിഞ്ഞ് ആഘോഷത്തോടെ ഇതാ ഇവിടുന്ന് മാലയൊക്കെ ഇട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടു. പുറത്തുനിന്ന് ആളുകളൊക്കെ ക്ഷയിക്കാണ്ട് തരുന്നു, ഫോട്ടോ എടുക്കുന്നു. സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെന്നു. ഭർത്താവ് പറഞ്ഞു, എടി
നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, അടുത്ത ആഴ്ചയിൽ മൂന്നാറിനൊന്ന് പോയേക്കാം. നമ്മൾ മൂന്നാറിൽ പോയി അവിടെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് 75 വയസ്സുള്ള അച്ചായന് പോകുന്നതിൻ്റെ തലേ ദിവസം കാറ് ടാക്സിയും ബുക്ക് ചെയ്തിരിക്കുക. തലേ ദിവസം സ്ട്രോക്ക് വന്നു. എഴുന്നേക്കാൻ മേലാതെ കിടക്കുക പുള്ളി. എഴുന്നേക്കാൻ മേലാതെ പുള്ളി അവിടെ കിടക്കുക. മലമൂത്ര വിസർജനം എവിടെയാണ് നടത്തുന്നത്? കട്ടിലെ തന്നെ. ഇതാ ബീനായുടെ മനസ്സിലാകപ്പാടൊരു വിഷമം. ദൈവമേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടല്ലോ. ഈ ഭർത്താവ് ചിലപ്പോൾ ഒരുപക്ഷെ ആരെയും ഏൽപ്പിച്ചിട്ട് പോരുമായിരിക്കും. ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരാമല്ലോ. ഉടനെ ഭർത്താവ് പറഞ്ഞു, എടി എന്തായാലും അച്ചായന് ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കെന്തായാലും മൂന്നാറിന് പോകണ്ട, അച്ചായൻ എഴുന്നേക്കട്ടെ. 75 വയസ്സുള്ള അച്ചായൻ വീണാൽ പിന്നെ എഴുന്നേക്കുവോ? എഴുന്നേക്കുക. 10 വർഷം പുള്ളി തളർവാദ രോഗിയായിട്ട് കിടന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ച ഏത് പ്രായത്തിലാണ്? 23. 10 വർഷം കഴിഞ്ഞപ്പോൾ ബീനായിക്ക് പ്രായം എത്ര? 33. 33 വയസ്സ് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ കണ്ണടച്ചു. അന്നേരം ഭർത്താവ് പറഞ്ഞു, എടി നമുക്ക് മൂന്നാറിന് ഹണിമൂണിന് പോകാം. അപ്പം ഇതാ 9 വയസ്സുള്ളൊരു കൊച്ച്. പോകാൻ പറ്റുമോ? ഇല്ല. ഇതാ ബീനായുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ മേൽ ഒരു കുറുക വരവന്ന് വീണു. എന്തായിരുന്നു? അപ്പൻ്റെ സ്ട്രോക്ക്. കണ്ടോ? ആ ആഗ്രഹങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും മേൽ ഒരു കുറുക വരവന്ന് വീണു. അപ്പൻ്റെ സ്ട്രോക്ക്. അതുകൊണ്ട് തകർന്നു വീണത് ആരുടെ സ്വപ്നങ്ങളാ? ആരുടെ സ്വപ്ന? സ്വപ്നങ്ങളൊക്കെ തകർന്ന് താഴെ വീണു. ഇങ്ങനെ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും മേൽ പലപ്പോഴും കുറുക വരവെന്ന് വീഴാറുണ്ട്. അപ്പോഴാണ് നമ്മൾ എവിടെ പോകുന്നത്? ധ്യാനത്തിന് പോകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളുടെ ഇഷ്ടങ്ങളുടെ മേൽ വരുന്ന കുറുക വരയ്ക്ക് വരുന്ന പേരെന്നാന്നറിയോ? അങ്ങനെ ഒരു കുറുക വര വന്ന എന്നാ? കുരിശ്. അപ്പൊ നമ്മളൊക്കെ ഈ ധ്യാനത്തിന് വരുന്ന എന്തിനാ? കുരിശു മാറാൻ. പിടികിട്ടിയോ? നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ആ ഭർത്താവ് പുള്ളി എന്നും കുപ്പി വെച്ച് കുടിച്ചാലും വേണ്ടില്ല, എനിക്കിട്ട് ഇടിക്കുക. ഈ ധ്യാനത്തിന് തിരുമേനി സ്ലീബാവ് വരച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതോടുകൂടി കുടിക്കാൻ എടുത്താൽ ഉടനെ അതിനേക്കാളും വേഗത്തിൽ ഛർദ്ദിക്കും. അതോടുകൂടി പുള്ളി കുടിയൊക്കെ നിർത്തി വളരെ മര്യാദക്കാരൻ. ഇങ്ങനെ പുള്ളിക്കാരനെ മൂക്കും കൊണ്ട് ഇച്ഛ വരപ്പിക്കാൻ വേണ്ടിയാണ് ചില ഭാര്യമാർ താല്പര്യത്തോടെ ധ്യാനം കൊടുത്തത്. ചില അമ്മായിയമ്മമാർ എരയെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇതാ ഇവിടെ വന്ന് മരുമകൾ പ്രാർത്ഥിക്കുക, ദൈവമേ ഈ മുതുതള്ളയുടെ ഈ സ്വഭാവദൂഷ്യങ്ങളെല്ലാം ഈ ഒരു ധ്യാനത്തോടുകൂടെ ദൈവമേ നീ നീക്കണമേ. ഇത് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഓർക്കുക, നിന്റെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും മേലുള്ള കുറുക വര ഒരു കുരിശാണ്. ആ കുരിശാണ് നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് കാരണമാകേണ്ടത്. യേശു അവന് കിട്ടിയ കുരിശ് അവൻ്റെ തോളേൽ വഹിച്ചു. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കുരിശ് ആര് വഹിക്കണം? നിങ്ങൾ വഹിക്കണം. കണ്ടോ? എനിക്ക് കിട്ടിയ കുരിശ് ഞാൻ വഹിച്ചേ മതിയാകും. അതാരാ? നിങ്ങളൊക്കെ തന്നെ. ഇത് ഞാൻ ചുമന്നല്ലേ പറ്റൂ. അതുകൊണ്ടാണ് 10 മണിയായപ്പോൾ നിന്നതാ. നടുവിന് വേദന തുടങ്ങിയിട്ട് കുറേ നേരമായി. പക്ഷേ ഈ കുരിശ് ഞാൻ ചുമന്നല്ലേ പറ്റൂ. അപ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ, ഓരോരുത്തരും കുരിശ് ചുമക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പം നമ്മൾ ഓർക്കണം, നിങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിലേക്ക് പല കുരിശുകളും പല കഷ്ടപ്പാടുകളും കടന്നു വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ ഒരു കുരിശെന്ന് പറയുന്നത് കുഞ്ഞായിരിക്കാം. ഞാൻ ഓർക്കുകയാണ്, ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു. ഒരു കൊച്ചിനെയും കൊണ്ട് രാവിലെ ഒരു അപ്പനും അമ്മയും വന്ന് നിങ്ങൾ കണ്ടു കാണും. തോളയിലെടുത്ത്
ഒരു ദിവസം മതിയോ ഇത്? ഒരു സ്ത്രീ ഒരു കൊച്ചിനെ ചുമക്കുന്ന എത്ര നാളാ? 9 മാസം വയറ്റിൽ, പിന്നെ കുറച്ച് നാളൊക്കെ തോളയിലും കയ്യിലും ചുമക്കും. രോഗിയായി കൈകെട്ടിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ ആ അപ്പനും അമ്മയും എത്ര കാലം ചുമക്കണം? എത്ര കാലം ചുമക്കണം? പ്രിയമുള്ളവർ, കോട്ടയം മേഖലയിൽ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തോമസ് എന്നാണ്. അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അത് തെരുവിലുള്ള മാനസിക രോഗികളെയൊക്കെ വീട്ടിലേക്ക് പിടിച്ചുകൊണ്ട് വന്ന് ഒരു സ്ഥാപനത്തിൽ കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടിച്ച് അവരെ നോക്കുന്ന സ്ഥാപനമാണ് തോമസിൻ്റെ സ്ഥാപനം. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ഒരു അറ്റൻഡറായിരുന്നു. അദ്ദേഹം ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ആദ്യ കാലം മുതൽ ഞാനൊരു പയ്യനായി ആ സ്ഥാപനത്തിൽ സ്ഥിരമായി പോകുമായിരുന്നു. ചെമ്മാസനായ ശേഷവും പോകുമായിരുന്നു. അവിടെ പോയി ഏതെങ്കിലും മാനസിക രോഗിയുടെയൊക്കെ മുടിവെട്ടുവോ താടി ഷേവ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഞാനും അവിടെ പോയി ഇങ്ങനെ സഹായിച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ് ചിലപ്പോഴൊക്കെ. അതിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് രോഗികളെയൊക്കെ കാണാൻ ഞാനും ഇങ്ങനെ പോകുമായിരുന്നു. അന്ന് തോമസ് എന്ന് പറയുന്ന മനുഷ്യൻ മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് ചെയ്ത കാര്യം, ഈ അറ്റൻഡറായിട്ട് നടക്കുന്ന കാലത്ത് പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാതെ ആരെങ്കിലും ഇരുന്നാൽ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുക്കും. ചോറ് പോയി മേടിച്ചു. അതൊന്നിനും തികയില്ലെന്ന് മനസ്സിലായി. അറ്റൻഡർക്ക് എന്നാ ഉണ്ട് വരുമാനം? ഡോക്ടർമാർക്കൊക്കെ വലിയ ശമ്പളമുണ്ട്, അറ്റൻഡർമാർക്ക് എന്നാ? കുറേ നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി ചെയ്തു, ഏതെങ്കിലുമൊക്കെ വീട്ടിൽ 40 ദിവസമോ അതുപോലെ ആണ്ടുജാത്തം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോകും. ഭക്ഷണം മിച്ചമുണ്ടെങ്കിൽ അതെല്ലാം കൂടി പാത്രത്തിൽ ശേഖരിച്ചുകൊണ്ട് പോരും. എന്നിട്ട് രോഗികൾക്ക് ഒരു പാത്രമൊക്കെ കൊടുത്ത് വിളമ്പി കൊടുക്കും. അങ്ങനെ ശുശ്രൂഷ ആരംഭിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പുള്ളിയെ കയറി വിളിക്കാൻ തുടങ്ങി, ഭഗവാൻ തോമസ്, ഭഗവാൻ തോമസ്. അദ്ദേഹം ഒന്നും മൈൻഡ് ചെയ്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നേഴ്സിംഗ് കുട്ടികളൊക്കെ ഓർത്തു, എന്നൊക്കെ പറഞ്ഞാൽ എന്നാ, ചെയ്യുന്ന പ്രവൃത്തി നല്ലതല്ലേ, പുണ്യപ്രവൃത്തിയല്ലേ. അതുകൊണ്ട് അവരുപവസിച്ച് കിട്ടുന്ന പൈസ കൊടുക്കാൻ തുടങ്ങി. ക്രമേണ ശുശ്രൂഷ അങ്ങ് വളർന്നു. വലിയ ശുശ്രൂഷയായി. 100 കണക്കിന് ആളുകളെ ഇപ്പോൾ താമസിപ്പിക്കുന്നു. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു മാഗസിൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നു. അന്നേരം അദ്ദേഹത്തോട് ചോദിച്ചു, സത്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ ഗവൺമെൻറ് തന്നെ മന്ത്രിസഭ കൂടി അദ്ദേഹത്തിന് 55 വയസ്സിൽ റിട്ടയർഡ് ആകേണ്ട സമയത്ത് 60 വയസ്സായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി കൂട്ടിക്കൊടുത്തു മന്ത്രിസഭ. അതുപോലെ അദ്ദേഹം യാക്കോബക്കാരനല്ല, എങ്കിലും നമ്മളോടൊക്കെ നല്ല സ്നേഹ കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരു അംഗമാണ്. ഒരിക്കൽ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഒരു അച്ഛൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. വളരെ പ്രമുഖനായ ഒരു അച്ഛൻ പ്രസംഗിച്ചു, തോമസിൻ്റെ കാല് കഴുകിയ വെള്ളം വേണമെങ്കിൽ ഞാൻ കുടിച്ചേക്കാം. അത്രയും യോഗ്യനായ ചെറുപ്പക്കാരൻ, ഒരു വണ്ണം കുറഞ്ഞ മനുഷ്യൻ. അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ ചെയ്തപ്പം ആളുകൾ ചോദിച്ചു, ഇത്രയും പുണ്യമൊക്കെ നെഞ്ചിലുള്ള ഒരു മനുഷ്യനല്ലേ ഇയാള്, ഇങ്ങേർക്ക് ഒരു തളർന്നു കിടക്കുന്ന കൊച്ചുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കൊച്ചുണ്ടായത്? ഇത്രയൊക്കെ പുണ്യമുള്ളൊരു മനുഷ്യന് തളർന്നു കിടക്കുന്ന ഒരു കൊച്ച്, സ്വന്തമായിട്ട് വീടില്ല, ചെറ്റപ്പുര, നല്ലൊരു പെരപണിയാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പുണ്യമുള്ളൊരു മനുഷ്യന് ദൈവം എന്തുകൊണ്ടാണ് വീട് തരാത്തത്? എന്തുകൊണ്ടാണ് ഈ കൊച്ചിങ്ങനെ തളർന്നു കിടക്കുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് എന്നാണെന്നറിയോ? ഇതാ, ഭൂമിയിലേക്ക് ഒരു രോഗിയായ കുഞ്ഞിനെ അയക്കാൻ ദൈവം ആഗ്രഹിച്ചു. ആർക്കൊക്കെയോ കാണാൻ വേണ്ടിയാണ്, ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അയച്ചത്. പക്ഷേ അയക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനെ സ്വീകരിച്ച് വളർത്താൻ ഏറ്റവും യോഗ്യനായിട്ട് കണ്ടത് എന്നെയാണ്. കണ്ടോ? നമ്മളാണെങ്കിലോ നമ്മൾ എന്നാണോ അങ്ങനെ വന്നത്, ആരുടെ ശാപം കൊണ്ടാണോ നമ്മളിങ്ങനെ വിഷമിക്കുക. ആ കൊച്ചിനെ ഇതാ വളർത്താൻ ഏറ്റവും യോഗ്യനായി എന്നെയാണ് ദൈവം കണ്ടത്. കണ്ടോ പ്രിയമുള്ളവരെ, കുരിശാണ് നമ്മുടെ എല്ലാ അനുഗ്രഹത്തിൻ്റെയും നിദാനം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിൽ ചില കുരിശുകൾ വന്ന് കയറിയിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ ഭർത്താവ് തന്നെ ആയിരിക്കാം കുരിശ. അങ്ങേര് വന്ന് നമ്മുടെ തലയിൽ കയറിയ പിന്നെ നമുക്ക് സമാധാനം ഇല്ല. ആ കുരിശ് തോളിൽ വഹിച്ച് യേശുവിൻ്റെ മനോഭാവത്തോടെ പിതാവിനോട് പ്രാർത്ഥിക്കണം, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങട്ടെ, ഇനി നീക്കിയില്ലെങ്കിലോ അവിടുത്തെ ഹിതം നിറവേറട്ടെ. കണ്ടോ?
പ്രിയമുള്ളവരെ, യേശു അതല്ലേ ചെയ്തത്? ക്രൂശിൽ കിടന്ന് ലഭിച്ച കുരിശ് സന്തോഷത്തോടെ സ്വീകരിച്ച് കുരിശ് തന്നവരെ നോക്കി ക്ഷമിച്ചു പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? കുരിശേൽ കയറ്റിയവരുടെ പ്രതിനിധിയായി നിന്ന ശതാധിപൻ ആദ്യമേ പറഞ്ഞു, ഇവനാ ദൈവത്തിൻ്റെ മകൻ. ഞാൻ കുത്താൻ വന്നത് ഇവനെ, പക്ഷേ മനസ്സിലായി. മരിക്കുന്നത് കണ്ടപ്പോൾ പ്രേതാലയങ്ങൾ ഇളകി, തിരശീലകൾ രണ്ടായിട്ട് മുറിഞ്ഞു മാറി, ഭൂകമ്പം ഉണ്ടായി. ശതാധിപൻ ഭയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവനാ ദൈവത്തിൻ്റെ മകൻ തന്നെയാണ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ദൈവത്തിൻ്റെ മകനാണെന്ന് തെളിയിക്കാൻ ദൈവം തന്ന അനുഗ്രഹമാണ് നിങ്ങളുടെ കുരിശ്. നിങ്ങളുടെ കുരിശ്. അതുകൊണ്ട് കുരിശ് മാറാൻ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? മാറേണ്ടതൊക്കെയാണ് തന്നെ പൊക്കോളൂ. പാപം വഴി ഉണ്ടാകുന്ന കുരിശുണ്ട്, കുമ്പസാരം കഴിയുമ്പോൾ തന്നെ പൊക്കോളൂ ആ കുരിശ്. പിന്നെ പല ടൈപ്പ് ചില കുരിശുകൾ ദൈവം നമുക്ക് തരുന്ന, അത് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി തോളിൽ ഏറ്റിക്കൊള്ളു. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പെണ്ണും പിള്ള മണർകാട് പള്ളി ഇടവകപ്പെട്ടത് എന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞു, എൻ്റെ തിരുമേനി, എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭർത്താവും കൂടെ എന്നെ ശാരീരികമായും മാനസികമായും കണ്ടമാനം പീഡിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പീഡനത്തിൻ്റെ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ഈ തള്ളയെ കൊള്ളാവല്ലോ, ഈ പുള്ളിക്കാരത്തിക്ക് വചനം കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. വചനം കിട്ടിക്കഴിയുമ്പോൾ പിശാചെല്ലാം ഇറങ്ങിപ്പോക്കോളും. അതുകൊണ്ട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണം, ഞാൻ ഇത്തിരി ദൈവവചനം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, തിരുമേനി ആകുന്നതിന് മുമ്പ് അച്ഛനായിരുന്ന കാലത്ത് മണർകാട്ടുപള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം എന്നും പ്രസംഗിക്കാൻ വരികയില്ല. ഞാൻ പറഞ്ഞു, പിന്നെ വെള്ളിയാഴ്ച 2 മാസം കൂടുമ്പോഴെങ്കിലും ഞാനൊരു പ്രസംഗത്തിന് വരാതിരിക്കുകയില്ല, മിക്കവാറും വെള്ളിയാഴ്ചകളിൽ പ്രസംഗിക്കാൻ ചെല്ലുമായിരുന്നു. അന്നേരം പറഞ്ഞു, അന്നേരം അച്ഛൻ ആയിരുന്ന കാലത്ത് തിരുമേനി ആ സ്ത്രീകളിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, നോക്കിയിട്ടുണ്ട്. അന്നേരം 3ാമതൊരു തൂണ് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, 3 അല്ല 5-6 തൂണുണ്ട്. അതിൽ 3ാമത്തെ തൂണിൽ എല്ലാ വെള്ളിയാഴ്ചയും ചാരിയിരുന്ന തിരുമേനിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന അമ്മച്ചിയാണ് ഈ പറയുന്ന കഥാപാത്രം. എന്നിട്ട് പറഞ്ഞു, തിരുമേനിയുടെ മിക്കവാറും എല്ലാ പ്രസംഗവും അമ്മച്ചി കാണാപ്പാടം പഠിച്ചു വച്ചിരിക്കുക. എന്നിട്ട് വരുന്നവരോടൊക്കെ ഇത് പ്രസംഗിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ്, കുരിശ്, സഹനങ്ങൾ എല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ? അപ്പോൾ കടുവായെ പിടിച്ച കെടുവ. ഇനി അവരോട് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നിട്ടും ഈ അമ്മച്ചിക്ക് മാറ്റമില്ലെങ്കിൽ ഞാനൊരു പ്രത്യേക ഫോർമുല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി. ഈ തോത്തുട്ടി ചാപ്പിൽ അനേകം കുടിയന്മാർ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, അനേകം കുടുംബജീവിതക്കാർ മാനസാന്തരപ്പെട്ട് ഡൈവോഴ്സൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇവരെല്ലാം മാനസാന്തരപ്പെടുത്താൻ വേണ്ടി പിന്നെ എന്നെ ഉപദ്രവിക്കാൻ വന്ന ആളുകളുണ്ട് പണ്ട് കാലത്ത് ധ്യാനത്തിനെതിരായിട്ട്. അവരെല്ലാം പിൽക്കാലത്ത് എൻ്റെ സ്നേഹിതരായി മാറിയിട്ടുണ്ട്. അവരെയൊക്കെ മാനസാന്തരപ്പെടുത്തി ഞാനൊരു പ്രത്യേക ഫോർമുല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആ ഫോർമുല ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് ഞാനിത് പറഞ്ഞു തരാൻ പോകാം. അവർക്ക് സന്തോഷമായി. ഇതാ ഗുരുദക്ഷിണ നൽകിയിട്ടിരിക്കുന്നത് പോലെ പുള്ളിക്കാരത്ത് കയ്യും കൂപ്പി എൻ്റെ മുമ്പിലിരുന്നു. ഞാനിത് പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു കാൽവറി ക്രൂശ കിടന്നു. ഇതാ ശത്രുവിനെ നോക്കി പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. അത് പ്രാർത്ഥിച്ചു. ഇതാ കുരിശിൻ്റെ ചവിട്ടി കിടന്നവനൊക്കെ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. സ്തേഫാനോസ് ക്ഷമിച്ചു പ്രാർത്ഥിച്ചു, ഇവരുടെ പാപം ഇവരുടെ മേൽ നീ ചുമത്തരുതേ. സ്തേഫാനോസിനെ എറിയാൻ നേതൃത്വം കൊടുത്ത ശൗല് തന്നെ മാനസാന്തരപ്പെട്ട് ആരായി തീർന്നു? ക്രിസ്ത്യാനിയായി തീരുക മാത്രമല്ല, വേദപുസ്തകത്തിൻ്റെ ബാക്കി ഭാഗം എഴുതിയത് വിശുദ്ധ പൗലോസാണ്. അതുകൊണ്ട് നീ ഇന്നു മുതൽ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ, എന്നെ വേദനിപ്പിക്കുന്ന എൻ്റെ അമ്മായിയമ്മയ്ക്കും എൻ്റെ ഭർത്താവിനും അറിവില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥിക്കുന്നതോടുകൂടി അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും നല്ല മാനസാന്തരം ഉണ്ടാകും. അവൾ ഉടനെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ അതൊന്ന് പറയുകയാണെങ്കിൽ ഞാനൂടി ഒന്ന് പഠിക്കട്ടെന്ന് പറഞ്ഞു. ഉടനെ മരുമകള് അമ്മായിയമ്മയുടെ ചെവിയിൽ അത് ഓതിക്കൊടുത്തു. എന്നാന്നറിയോ? നിങ്ങൾക്കും നിങ്ങളുടെ മകനും തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കൊണ്ട് പോട്ടെന്ന് അച്ഛൻ പറഞ്ഞു. നമ്മളൊക്കെ ക്ഷമിക്കും.
പക്ഷേ ക്ഷമിക്കുമ്പം പോലും ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ. മനസ്സിലായോ? ക്ഷമയുണ്ട്, നല്ല ക്ഷമയാണ്. പക്ഷേ ക്ഷമിക്കുമ്പോൾ പോലും മനസ്സെങ്ങനെ ഇരിക്കുന്നത്? ഈ ടൈപ്പ് മനസ്സാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെയൊക്കെ നിരപരാധികളായി കാണുന്ന മനസ്സായി നമ്മുടെ മനസ്സ് എന്ന് വളരുന്നോ അന്നേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. അന്നേ രക്ഷപ്പെടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യമായിട്ട് നമ്മളിരിക്കും. അവസാനം നമ്മളും അതുപോലെ ആയിപ്പോവും. ഇന്ന് ഈ കാലഘട്ടത്തിൽ നേരിടുന്നൊരു പ്രശ്നമാണ്. പണ്ട് കാലത്ത് നമ്മൾ കണ്ടറിയാം, നമുക്കറിയാം, പ്രായമായ ഈ വീടുകളിലൊക്കെ കൂട്ടുകുടുംബ, പ്രായമായ അപ്പച്ചനും അമ്മച്ചി. അപ്പച്ചൻ എവിടെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്? വീടിൻ്റെ തിണ്ണയിൽ ഒരു ചാരുകസേരയിടും, എന്നിട്ട് കാലുമൊക്കെ പൊക്കി വെച്ച് രാജാവ് ഇരിക്കുന്നത് പോലെ അതേലിരിക്കും. അമ്മച്ചി എവിടെയാണ് ഇരിക്കുന്നത്? അതിൻ്റെ തൊട്ടപ്പുറത്തൊരു തൂണ് കാണും. ആ തൂണെ ചാരി അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കി കന്യാകുമറിയാൻ ഇരിക്കുന്നത് പോലെ ഇരിക്കും. ഈ സീനാണ് മിക്കവാറും പഴയ വീടുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് വൈകുന്നേരം 4 മണിയാകുമ്പോൾ തൊട്ട് നോക്കും, അവൾ വന്നില്ലേ? ആരെയാ? മരുമകളുടെ കാര്യമല്ല, കൊച്ചുമകള് വന്നില്ല. 4 മണിയായല്ലോ, കണ്ടില്ലല്ലോ, കണ്ടോ? അപ്പോൾ മകൾ വരുമ്പോഴേ ചോദിക്കും, എടി 4:10 ബസ്, ഇപ്പം 4:12, നീ എവിടെയായിരുന്നു? അതോടുകൂടി അപ്പച്ചനെ അമ്മച്ചിയും പേടിച്ച് ഇതാ മക്കളൊക്കെ കൃത്യസമയത്ത് വീട്ടിൽ വരുമായിരുന്നു. ഇപ്പം പോയാൽ ഒരു പോക്കാ. ഇതാ നോഹ പെട്ടകത്തിൽ നിന്ന് മലങ്കാക്ക അയച്ചതുപോലെയാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ ഏലിയാന്നറിയാൻ മേല, പിന്നെ മൊബൈൽ ഫോൺ ചെയ്താൽ തിരിച്ചു വിളിച്ചാലേ വരത്തുള്ളൂ. ഇതാ അവസ്ഥ. അപ്പോൾ ഇതുപോലത്തെ കാലമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതൊരനുഗ്രഹമായിരുന്നു. അന്ന് മക്കൾക്കൊക്കെ ഭയമായിരുന്നു. അന്നത്തെ കാലത്ത് വീടിന് ഒരകത്തൊരു മുറി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്നാണെന്നറിയോ? അകത്തെ ഈ നെല്ലും അതുപോലത്തെ സാധനമൊക്കെ ഇടുന്ന അറപ്പര, നിലവറ അല്ലേ? അതോ കലവറയോ? നിലവറ. അപ്പം നിലവറ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ വീടിന് ഇതൊന്നും കാണാനില്ല. നിലവറയ്ക്കകത്ത് അന്നത്തെ കാലത്ത് കുറേ സാധനം ഇരിപ്പുണ്ടായിരുന്നു. എന്നാണെന്നറിയോ? കിണ്ടി, മൊന്ത, പൊട്ടിയ ഓട്ടുവിളക്ക്, പിന്നെ പറ, പിന്നെ പഴയ ചെമ്പുകലം, ഇതെല്ലാം നിലവറയ്ക്കകത്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പം പുതിയ പുതിയ വീടുകൾ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. പഴയ ഓട്ടുകലം, അതുപോലെ ചെമ്പുകലം, പിന്നെ ഓട്ടുവിളക്ക്, പഴയ പറ, ഇതെല്ലാം ഇപ്പം എവിടെ ഇരിപ്പുണ്ട്? വീടിൻ്റെ ഫ്രണ്ടിൽ പോളിഷ് ചെയ്ത് വെച്ചിരിപ്പുണ്ട്. പണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നു. അതിപ്പോൾ എവിടെയാ? അമ്മച്ചി, അപ്പച്ചൻ ഇപ്പം എവിടെയാ? നിലവറയ്ക്കകത്ത് അങ്ങ് ഇരുത്തിയിരിക്കുക. ഇവിടെ ഇരുന്നു. കണ്ടോ? ഇപ്പം കാലം മാറിയുണ്ടോ? അപ്പം പ്രിയമുള്ളവർ, ഇതിന് കാരണം എന്നാ? നമുക്കാർക്കും പഴയ മനുഷ്യരെ ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. കാരണം എന്താ? ചില പ്രായം ചെന്ന അമ്മച്ചിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരോർക്കും, എന്നതാണോ യുവന്മാർക്കൊന്നും എന്നെ കണ്ണെടുത്താൽ കാണാൻ മേല, എന്നാ കാര്യം? പ്രിയമുള്ളവർ, സത്യത്തിൽ എന്താണ്? ഓരോ ചെറുപ്പക്കാരന് പ്രായമായ ആളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. കാരണം എന്താ? അവരാ ജീവിതം എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഉദാഹരണത്തിന്, ഇതാ ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ ഇപ്പോൾ കൈമുത്തിച്ചുകൊണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അന്നേരമാണ് ഒരു വല്യമ്മച്ചി പടച്ച് വരിക. അന്നേരത്തിന് പറയും, വേഗം വന്നു പോവും. ഈ അമ്മച്ചിക്ക് വേഗം വരാൻ പറ്റുമോ? അതുകൊണ്ട് ലൈനിൻ്റെ പുറകിൽ ആളുകൾ നിൽക്കുക. ഉടനെ എന്ത് ചെയ്യും? പുറകിൽ നിൽക്കുന്ന കൊച്ചു പെൺപിള്ളേരെന്ത് ചെയ്യും? പുറകിൽ നിന്ന് തള്ളിക്കൊടുക്കും അമ്മച്ചി പോകാൻ. അമ്മച്ചിക്ക് നടക്കാൻ പറ്റുമോ? ഇതാ കൈകാലുകൾക്ക് വേദന, കൈ പണ്ടത്തതുപോലെ വഴങ്ങുകയില്ല. ഇത് ഉൾക്കൊള്ളാൻ ആരെ കൊണ്ട് സാധിക്കുന്നില്ല? നമ്മുടെ കൊച്ചുപ്രായക്കാരെ കൊണ്ട് പറ്റുന്നില്ല. മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിൻ്റെ വേദന അവരുടെ ഉള്ളിൽ ഇങ്ങനെ വിഷമിക്കുക. അപ്പോൾ ഈ വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം കൂടെ പേറി കഴിയുമ്പോൾ സത്യത്തിൽ ജീവിതത്തിൻ്റെ സായാഹ്നം നമുക്കറിയാം. ഈ മുടിയും താടിയൊക്കെ നരയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തിൻ്റെ ലക്ഷണമെന്നറിയാവും? ശരീരം ചുക്കി ചുളിയുന്നു. ഇതൊക്കെ ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന. മുടി നരയ്ക്കാൻ തുടങ്ങും, താടി നരക്കാൻ തുടങ്ങും. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണ്? പ്രായം പോകുന്നതിൻ്റെ അല്ല, തട്ടിപ്പോകാൻ പോകുന്നതിൻ്റെ ലക്ഷണം. നമ്മൾ തട്ടിപ്പോകാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമായത്. മനസ്സിലായില്ലേ? സംഗതി പീസ പോവുകയാണ്, അതിൻ്റെ ലക്ഷണം ഇതൊക്കെ. അപ്പോൾ ചില ആളുകൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളൊക്കെ മരിച്ചു പോകും.
എനിക്ക് ആകെപ്പാടെ പ്രവചിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രായമായവരെല്ലാം എന്തു ചെയ്യും? മരിക്കും. ചെറുപ്പക്കാരും മരിക്കും. എന്നാന്ന് പറയാൻ പറ്റിയല്ല. അപ്പോൾ നമ്മളൊക്കെ മരിക്കും. അപ്പോൾ പ്രായമായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് പറയുമ്പോൾ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാ? ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഒരമ്മച്ചി ഒരു മരുമകളും മകനും കൂടെ എന്നെ കാണാൻ വന്നു. മകൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ഭയങ്കര പ്രശ്നം, ദേഷ്യം, അരിശം, അങ്ങനെ ഓഫീസിൽ കുറേ ആളുകളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഈ സാറിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പം പല ബന്ധങ്ങളും തകർന്നു, എന്നാ ഇങ്ങനെ? എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇതാ അമ്മച്ചി ഇച്ചിരി പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കിയത്. വേറെ വിഷയങ്ങളൊന്നുമില്ല, ഞാൻ സിമ്പിൾ കാര്യമാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മകൻ പെണ്ണ് കാണാൻ പോയപ്പം അവളോട് പറഞ്ഞ ഒറ്റ കാര്യം, എടി എന്നെ പ്രസവിച്ച ഒരമ്മയുണ്ടെനിക്ക്, കാര്യം എന്നാക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചോളാം, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് നീ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരുത്തരുത്. ഉടനെ അവൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നു, ഞാൻ കല്യാണം കഴിച്ച് ഭർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ്, ആ ഭർത്താവിനെ പ്രസവിച്ച അമ്മയെന്ന് പറയുമ്പോൾ ആരുടെ അമ്മയാ? എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് മരിച്ചാലും വേണ്ടില്ല, ഒരു വീട്ടിൽ ചെന്നാൽ എൻ്റെ അമ്മയെ നന്നായി നോക്കി ഒരു നല്ല മരണം കൊടുക്കണം. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. അങ്ങനെ തീരുമാനമെടുത്താണ് ഈ പെണ്ണ് വീട്ടിലോട്ട് കയറിയത്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. ഒരു ദിവസം പല ദിവസമായിട്ട്, അതുകൊണ്ട് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ഇറച്ചിയെടുത്തിട്ട് ഒലത്തി ഇതാ ഉച്ചയ്ക്കുള്ളത് അടച്ച് ചൂടോടെ അവിടെ വെച്ചേക്കും. രാവിലത്തേത് കൊടുത്തിട്ട് പോകും. വൈകുന്നേരം കാപ്പിക്കുള്ളത് ഫ്ലാസ്കിൽ വെക്കും. ഇതാ ഗുളികകളെല്ലാം കഴിക്കാനുള്ളത് രാവിലത്തേതും ഉച്ചക്കത്തേതും വൈകിട്ടത്തേതും ക്രമമായി എന്ത് ചെയ്യും? അടുക്കി വെച്ചേച്ച് പോകും. ഇങ്ങനെല്ലാം മരുമകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അമ്മച്ചിക്ക് അതങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം രാവിലെ പോയാൽ വൈകുന്നേരമല്ലേ ഇവർ വരുന്നത്, വൈകിട്ടോട്ട് വല്ലതും പോകണ്ടേ. അതുകൊണ്ട് ഒരു ദിവസം ഇതാ അമ്മച്ചി ഫോൺ എടുത്ത് മകളെ ചുമ്മാ വിളിച്ചു. നമുക്കറിയാമല്ലോ, കത്തി വെക്കാൻ പറ്റിയൊരു സാധനമാണ് ഇപ്പോൾ ഫോൺ, സൗജന്യമായിട്ട് ടോക്ക് ടൈം. അപ്പം അതുകൊണ്ട് മകളെ വിളിച്ചിട്ട് പറഞ്ഞു, എടീ ഞാൻ ഇറച്ചി കണ്ട കാലം മറന്നു, വായിക്ക് രുചിയായിട്ട് ഒരു ഭക്ഷണം കിട്ടിയിട്ട് നാളെ എത്രയാണെന്നറിയോ? ഇത് കേട്ടതേ മകൾ എന്ത് ചെയ്തു? ആകെപ്പാടെ അങ്ങ് വിഷമായി. കാരണം എൻ്റെ അമ്മ പട്ടിണിയും പരിവട്ടാണല്ലോ. ദുബായിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത്. ഉടനെ ഓഫീസിലോട്ട് വിളിച്ചു, മകനെ, എടാ നിന്നെ പെറ്റു വളർത്തി ഒറ്റ ചെറുക്കനെ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് മുട്ട പുഴുങ്ങിയത് തന്നില്ലെങ്കിലും നിനക്ക് തരുമായിരുന്നു. പശുവിനെ കറന്നുകൊണ്ട് വരുമ്പം തന്നെ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് തരികയില്ല, നിന്നെയാണ് കുടിപ്പിച്ചുകൊണ്ടിരുന്നത്. എല്ലാം കുടിച്ച് തിന്ന് വീർത്ത് നീ വലിയവനായി കഴിഞ്ഞപ്പം, നിനക്ക് ഭാര്യയും മക്കളും ഉണ്ടായി കഴിഞ്ഞപ്പം സ്വന്തം തള്ളയ്ക്ക് നീ തീറ്റി പോലും കൊടുക്കുകയല്ലേ. ആ തള്ള ഇറച്ചി കണ്ട കാലം മറന്നു. മീൻ്റെ മണം പട്ടിക്ക് കൊടുക്കുമ്പോഴെങ്കിലും ഇച്ചിരി മണടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ്. ഓഫീസിലിരുന്ന മകൻ്റെ കാലേ കൂടെ പിരിപിരാന്ന് കയറി. പുള്ളി നേരെ 3 മണിയായപ്പോൾ വീട്ടിലോട്ട് വന്നു. വന്നിട്ട് ഭാര്യയോട്, ചെടി ഞാൻ കല്യാണം കഴിച്ചപ്പോൾ നിന്നോടൊരു കാര്യം പറഞ്ഞു, ജന എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം, എന്നെ അമ്മയെ നോക്കേണ്ട പോലെ നോക്കണം, എന്നെ കൊണ്ട് ഇത് കേൾപ്പിക്കാൻ ഇടയാകില്ല. ഒറ്റ അടി കൂടെ ചെവിക്കുറ്റി കിട്ടി. ആദ്യമായിട്ട് ഭർത്താവിൻ്റെ അടി കിട്ടിയ ഭാര്യ ഒന്ന് കറങ്ങിയിട്ട് അവർ പൊട്ടിക്കരഞ്ഞു. രാവിലെ എല്ലാം ക്രമപ്പെടുത്തി വെച്ചിട്ട് പോകുന്നു, എന്നിട്ടും അമ്മ പറയുന്ന ചില ഡയലോഗൊക്കെ കേട്ടിട്ടും എൻ്റെ ഭർത്താവിനോട് ഞാൻ കൊടുത്ത വാക്കെന്ന നിലയിൽ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ തള്ള എന്നെക്കുറിച്ച് എന്തുമാത്രം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാടി മോശം പറഞ്ഞത്? നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി തിരുവനന്തപുരത്ത് പോയില്ലേ? അന്നത്തെ കാലത്ത് ഒരു ദിവസം തള്ള എഴുന്നേറ്റ് എന്ന് പറയുക, രാത്രിയിൽ എന്നാണോ ആരാണ്ടെല്ലാം പെരപ്പുറത്തൂടെ നടക്കുന്നുണ്ട്, കഥകെ വന്ന് മുട്ടുന്ന പോലെ മുറ്റത്തൂടെ നടക്കുന്ന പോലെയൊക്കെ ഉള്ള ഒച്ച, കഥകിൻ്റെ മേളിൽ കൂടി ആരാണ്ട് പൊളിച്ചിറങ്ങാൻ പോകുന്ന പോലെ ടക്കെന്നുള്ള ഒച്ച. അന്ന് മരുമകള് ആ അടുക്കളയിൽ നിന്ന് നെഞ്ചത്തിട്ട് 4 അലയലച്ചു. എന്നിട്ടും ഭർത്താവിനെ പ്രതി അമ്മയെ പ്രതി എല്ലാം ഉണ്ടാക്കി വെച്ചു. ഇപ്പം ഇതൂടെ കേട്ടതോടുകൂടി
പുള്ളിക്കാരത്തി പറഞ്ഞു, വേണേ തള്ള ഇനി തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ, ഞാൻ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞു. കൊടുത്ത പുണ്യമൊക്കെ മതി, ഇനി പുള്ളിക്കാരത്തി തന്നെ ഉണ്ടാക്കി കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് പുള്ളിക്കാരത്തി അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാതെയായി. ഇതോടുകൂടി പുള്ളിക്കാരന് മെൻ്റൽ പ്രഷർ കൂടി ഇതാ ഡിപ്രഷനായി മാറി. അങ്ങനെ ഭർത്താവിന് ഡിപ്രഷൻ, ഭാര്യയ്ക്ക് അതിനേക്കാൾ ഡിപ്രഷൻ, തള്ളയാണെങ്കിൽ ഇതാ അതോടുകൂടി കൂടുതൽ വയലൻ്റ് ആകാൻ തുടങ്ങി. ഇത്രയും നാളും കഞ്ഞിയെങ്കിലും കിട്ടുമായിരുന്നു, ഇപ്പം അതും ഇല്ല. അവർ മൈൻഡും ചെയ്യാതായി. ഇങ്ങനെ പ്രശ്നങ്ങളായി. ഇവരെൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞ് ഈ കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളോട് ഇപ്പോൾ പറയാനിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ അമ്മച്ചിയോട് വരാൻ പറഞ്ഞു. ഞാൻ ഈ അമ്മച്ചിയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ ചോദിച്ചു, അമ്മച്ചി ഈ പെരയുടെ മുകളിൽ കൂടെ ആരാണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞൊരു ഒച്ച കേട്ടെന്ന് പറഞ്ഞു, ശരിയാണോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛ കേട്ടതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ ഒച്ചയാണ് കേട്ടത്? ഞാൻ 1-2 സ്വരം ഇപ്പോൾ പുറപ്പെടുവിക്കും, അതാണോ എന്ന് പറയണം. ഉടനെ അമ്മച്ചിക്ക് മനസ്സിലായി, പിശാച് നടക്കുന്ന ഒച്ചയൊക്കെ എനിക്കറിയാം. അപ്പം കറക്റ്റായിട്ട് അത് പറയുകയാണെങ്കിൽ ഇത് പിശാചാച്ച, പിശാച് വല്ലതും ആയിരിക്കും. ഞാനാകുമ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ, മരുമകളാകുമ്പം വേറെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീടിൻ്റെ കൂട്ട് ഏത് സൈസാ? ഉടനെ പറഞ്ഞു, പഴയ കാലത്തെ തടിക്കൂട്ടാ. അപ്പം ഞാൻ ചോദിച്ചു, ഒച്ച ഇതാണോ? ടക് ടക്. ഇത് തന്നെ അച്ഛ ഒച്ച. ഇത് സംഭവം എന്നാണെന്നറിയോ? ഈ അമ്മച്ചിമാർക്ക് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരികയില്ല. മരുമകൾ കിടന്നാൽ ഡിമ്മെന്ന് ഉറങ്ങിപ്പോവും. നമ്മുടെ ഈ വീടിൻ്റെ കൂട്ട് പകൽ ചൂടങ്ങോട്ട് അടിച്ചു കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? സൂര്യപ്രകാശം ഏറ്റ് കഴിയുമ്പോൾ ടക്ക് ടക്ക് എന്ന് പറയുമ്പോൾ വികസിക്കും. രാത്രിയിൽ എന്ത് ചെയ്യും? ഇത് വീണ്ടും സങ്കോചിക്കും. അപ്പോഴും കേൾക്കാം ടക്ക് ടക്ക് എന്നൊച്ച. ഈ അമ്മച്ചിക്ക് 85 വയസ്സായി. രാത്രി പഴയ പോലെ ഉറക്കമില്ല. കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പടക്കുന്ന ഒച്ച കേൾക്കുന്നു, പൂച്ച മേളിൽ നിന്ന് ചാടുന്നു. പിന്നെ അങ്ങനെയല്ല. അപ്പോൾ പുള്ളിക്കാരത്തി ഓർക്കുന്ന എന്നതാ? ആരാണ്ടൊക്കെ പെരയുടെ മേളിൽ കൂടെ നടക്കുന്നു, സൈഡിൽ കൂടെ നടക്കുന്നു. അത് പുള്ളിക്കാരത്തി ആത്മകഥം ചെയ്തതാണ്. പകല് ആരാണ്ടൊക്കെ നടക്കുന്നുണ്ടെന്ന്. ഭർത്താവ് ഇവിടെ ഇല്ല, ആരാണ്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതവർ സഹിച്ചു. കണ്ടോ, പ്രായമായ ഒരു വ്യക്തിയുടെ ബലഹീനതകൾ അറിയാൻ വയ്യാതെ പോയൊരു സ്ത്രീ സഹിക്കേണ്ടി വന്നു. ഇനി രണ്ടാമത്, ഇതാ ചില പ്രായം ചെന്ന അമ്മച്ചിമാരെ ശ്രദ്ധിച്ചാൽ അറിയാം. പ്രിയമുള്ളവരെ, വൈകുന്നേരം മുതൽ വെറുതെ മൂളിക്കൊണ്ടിരിക്കുന്നു. അയ്യോ എൻ്റെ ദൈവമേ, കാലിന് വേദനയാണ്. ഉടനെ എല്ലാവരുടെ കാല് തിരുമ്മിയും പറയും, അവൾ തിരുമ്മി മുടിപ്പിച്ചെൻ്റെ കാല്. അതങ്ങനെ. പിന്നെ എപ്പോഴും രോഗമാണ്. അപ്പോൾ ചില മക്കളെന്ത്, ഒരിക്കലും ഒരു മകൻ അമ്മയും കൊണ്ട് പോയി, ഏതാണ്ട് അസുഖമാണെന്ന് ഓർത്ത്. ഡോക്ടർ മൊത്തം പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, സത്യത്തിൽ എന്നേക്കാളും ആരോഗ്യമുണ്ട് ഈ അമ്മച്ചിക്കെന്ന്. ഉടനെ ഇറങ്ങിച്ച് പറഞ്ഞു, വ്യാജ ഡോക്ടർ, ഇപ്പം ഈ കാശ് കൊടുത്ത് പഠിക്കുന്നവനൊന്നും വിവരമില്ല. കണ്ടോ? പിന്നെ നല്ല ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? ഈ അമ്മച്ചിക്ക് മാറാരോഗം ഉണ്ടെന്ന്. അപ്പം അമ്മച്ചിയുടെ ചിന്ത എന്താ? എനിക്ക് മൊത്തം അസുഖമാണ്, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചിയുടെ എല്ലാ അസുഖങ്ങളും ഇന്നു മുതൽ മാറാൻ പോവാന്ന്. എല്ലാ പ്രശ്നവും, നിങ്ങളുടെ എല്ലാ പ്രശ്നവും ഇന്നോട്ട് തീരും, ഞാൻ പറയുന്ന അനുസരിക്കണം. അവർ പറഞ്ഞ് അനുസരിക്കാം. തിരുമേനി എന്നാ വേണേലും പറഞ്ഞു. ഞാൻ കുരിശോ വല്ലതും തലവണക്കീഴെ കൊണ്ട് വെക്കാനാണോ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു അതല്ല. 3-4 സാധനങ്ങൾ ഞാൻ പറയുന്നത് മേടിക്കണം. 1 ഒരു തെർമോമീറ്റർ, 2 വായു ഗുളിക, 3 ദശമൂല അരിഷ്ടം, 4 ഇതാ പ്രഷർ നോക്കുന്ന ആ മിഷൻ മേടിക്കാൻ പൈസയാവും. പക്ഷേ ദേഹത്ത് ചുറ്റുന്ന സാധനവും ആ പമ്പും മേടിക്കാൻ അധികം പൈസയാകുകയില്ല. അതുകൊണ്ട് ആത്രി ഒരെണ്ണം നേഴ്സുമാരോട് ചോദിച്ചാൽ കിട്ടും, അതങ്ങോട്ട് മേടിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, നാളെ രാവിലെ നിങ്ങളെല്ലാം മറന്ന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് അമ്മച്ചിയോട് പറയണം, അമ്മച്ചി ടെമ്പറേച്ചർ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് ഇതങ്ങോട്ട് വായിലോട്ട് വെച്ച് കൊടുത്തു. നോക്കിയിട്ട് പറഞ്ഞു, അമ്മച്ചിക്ക് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടല്ലോ. ഉടനെ അമ്മച്ചി, എടി അല്ലെങ്കിലും രാത്രിയിൽ ഇതുപോലെ കുറേ ഉണ്ടായിരുന്നു. എന്നാൽ അമ്മച്ചി അങ്ങോട്ട് കിടന്നു. ഉടനെ അമ്മച്ചി നീണ്ടു നിവർന്ന് കിടന്നു. ഉടനെ ആ വായുഗുളിക ദശമൂലാരിഷ്ടത്തിനകത്തോട്ട് കലക്കി ശകലം വായിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം, ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതെ കിടന്നോണം കേട്ടോ. ഉടനെ അമ്മച്ചി അനങ്ങാതെ കിടന്നു. ആ സാധനം ദേഹത്തോട്ട് ചുറ്റിയച്ച് എന്ന് പറഞ്ഞങ്ങോട്ട് ഞെക്കി, ഷൂ എന്ന് പറഞ്ഞങ്ങോട്ട് വിട്ടു. ഉടനെ അമ്മച്ചി പറഞ്ഞു, എടി നീ അതങ്ങോട്ട് ചുറ്റിയിട്ട് ആ ഗ്യാസ് അങ്ങോട്ട് കയറ്റി വെച്ച് വിട്ടേ പിന്നെ
ആ ശരീരത്തുണ്ടായിരുന്ന പകുതി വേദന മാറി. ഏതാ പ്രഷർ നോക്കുന്നതാണ്. പകുതി വേദന ആ മറ്റേ സാധനം പിടിപ്പിച്ച് കഴിഞ്ഞാൽ വിട്ടപ്പം മാറി. കണ്ടോ, പകുതി വേദന മാറി. എന്നിട്ട് ഇന്ന് അധികം ഭക്ഷണമൊന്നും കഴിക്കാതെ കിടക്കുക നല്ലത്. അതുകൊണ്ട് കുറച്ച് കഞ്ഞിവെള്ളവും എടുത്ത് വെച്ച് കൊടുത്തേച്ച് പോയി. അന്ന് വൈകുന്നേരം ദുബായിക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മകളെ വിളിച്ചിട്ടുണ്ട്, എടീ എൻ്റെ മരുമകള് എന്നെ ഇവിടെ രാവും പകലും നോക്കുക. അവളാ കുന്ത്രണ്ടാന്തം എൻ്റെ ദേഹത്തിട്ട് ചുറ്റിയിട്ട് ഞെക്കി കഴിഞ്ഞപ്പോൾ തന്നെ പകുതി മാറി. അതിനൊക്കെ വലിയ വിലയുണ്ടെന്ന് അവൾ പറഞ്ഞത്. നീയൊക്കെ അല്ലേലും പ്രസവിച്ചിട്ടിട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ലല്ലോ. കണ്ടോ, അത്യാവശ്യത്തിന് പരിചരണവും സ്നേഹവും അംഗീകാരവും നല്ല വാക്കുമൊക്കെ നമ്മുടെ വൃദ്ധജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പറഞ്ഞുകൂടെ നല്ലൊരു വാക്ക്, അമ്മച്ചി എല്ലാം മാറും കേട്ടോ. മരുമകൾ പോകുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തേച്ച് അങ്ങ് പൊക്കണം. കാര്യം പഴയ കഞ്ഞിയുടെ മണമൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും, എന്നാലും വേണ്ടില്ല. ഇപ്പോഴത്തെ എയർ ഫ്രഷ്നറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഏത് അകത്തിരിക്കുന്ന മണം വരെ പോകും. അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, ഇതാ അമ്മായിയമ്മയെ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത്, പിള്ളേരെ പിടിച്ചുമ്മ കൊടുക്കുന്നില്ലേ? അപ്പോൾ 6ഉം 60ഉം എങ്ങനെയാണ്? ഒരുപോലെ. അപ്പോൾ പ്രായമായവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ട അംഗീകാരമൊക്കെ കൊടുക്കണം. എൻ്റെ കൂടെ ഒരു വല്യച്ഛൻ താമസിക്കുന്നുണ്ട്. ഞാൻ വല്യച്ഛനെ കാണുമ്പോൾ പറയും, ചുമ്മാ അതിൽ രാവിലെ പോരുമ്പോൾ തന്നെ, വല്യച്ഛാ, ഉടനെ എൻ്റെ തിരുമേനി, ഞാനിപ്പം എഴുന്നേറ്റ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഞാൻ പറയും, ഓ അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ ഞാൻ തട്ടിപ്പോയതിന് നേരെ. അന്നേരം പുള്ളിക്കാരൻ പറയും, ദൈവമേ, ഈ തിരുമേനിയൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നു, വടക്കും പറവൂർ പള്ളി വരെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുമാത്രം കഷ്ടപ്പാടാണ്, എന്തുമാത്രം പ്രയാസമാണ്. സത്യത്തിൽ ഞാൻ 7 നേരവും തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ. ഞാൻ അന്നേരം പറയും, വല്യച്ഛനൊക്കെ ഇവിടെ ഇരുന്ന് ഈ കുത്തിയിരുന്ന് ഈ പ്രായത്തിൽ പ്രാർത്ഥിക്കുന്നതല്ലേ എൻ്റെയൊക്കെ അനുഗ്രഹം. ഉടനെ പറയും, ഞാൻ എന്തുമാത്രം രാജ്യം കണ്ടിട്ടുള്ള ആളാണെന്ന് തിരുമേനിക്കറിയാം. എല്ലാ ദിവസവും തന്നെ പറയുന്നത്, എന്തോരം രാജ്യം കണ്ടിട്ടുണ്ട്, എന്തുമാത്രം മനുഷ്യർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പതുക്കെ വലിയും. എന്നിട്ട് ആരെയും ഏൽപ്പിച്ചു കൊടുക്കും, ഇങ്ങോട്ടൊന്ന് നിന്നോളാൻ പറയും. ഉടനെ വല്യച്ഛൻ അങ്ങോട്ട് നോക്കി വർത്താനം പറയുമ്പോൾ ഞാൻ വടക്കുംപറവൂർ പള്ളിയിലേക്ക് പോരും. ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും, വല്യച്ഛ എന്നാ കൊണ്ട് വിശേഷം? അന്നേരം പറയും, എൻ്റെ തിരുമേനി, ഞാൻ ആഫ്രിക്കയിലൊക്കെ ആയിരുന്നപ്പം ഇതുപോലെ മണിക്കൂറുകൾ യാത്ര ചെയ്താണ് ചില പള്ളിയിൽ പോയത്. അപ്പോൾ ഞാൻ പറയുന്ന ആട്ടെ കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് പോകും. അപ്പോൾ നമ്മളൊക്കെ 1-2 നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ആ പ്രായമായവരെ സ്നേഹിച്ച് അവർക്കൊണ്ട് വികാരം, നമ്മളവർക്കും പ്രായമായി കഴിയുമ്പോൾ വികാരമൊക്കെ പോകുന്നു. സ്നേഹത്തിനും അംഗീകാരത്തിനും ഉള്ള ആഗ്രഹമുള്ള ഒരു മനസ്സുമായി അവരിയ്ക്കുക. അവർക്കിനി ഒന്നും നമുക്ക് വേണ്ടി തരാനില്ല, തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞു. തന്നു എന്നതിൻ്റെ അടയാളമാണ് അവരുടെ ചുളിഞ്ഞ മുഖം, അവരുടെ ഒട്ടിയ കണ്ണുകൾ, അവരുടെ ഒട്ടിയ വയറ്, എല്ലാം നമുക്ക് തന്നു എന്നതിൻ്റെ അടയാളമാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് നമ്മുടെയൊക്കെ അവർക്കൊക്കെ ഒത്തിരി കുറവുകളുണ്ട്. മനസ്സിൽ വരുന്നതെല്ലാം അവർ വിളിച്ചു പറയും, വായി വരുന്നതൊക്കെ ചിലപ്പം പറഞ്ഞു തന്നിരിക്കും. എന്നാലും ഓർത്തോണം, അവർക്കൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അവർ നമുക്ക് നൽകിയതാണ്. ആൺപിള്ളേരും ഓർത്തോണം, നിങ്ങളുടെയൊക്കെ വീട്ടിൽ വല്യപ്പനും വല്യമ്മയും കാണും. ഇതാ ഏതെങ്കിലും വീട്ടിൽ ഇതാ നമ്മൾ ഒറ്റക്കിട്ടിട്ട് പോന്നിരിക്കുകയാണെങ്കിൽ ഇതാ ഇടയ്ക്ക് പോയി കാണണം. നല്ല ആഹാര സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണം. കാര്യം മേടിച്ച് കഴിച്ചേച്ച് എന്ത് ചെയ്യും, നമ്മളെ പ്രാകും. എന്നാലും വേണ്ടില്ല, ആ പ്രാക്കൊക്കെ ഒരു അനുഗ്രഹമായിട്ടാണ് കണ്ടോണം. നീ മുടിഞ്ഞു പോകത്തുള്ളടാന്നൊക്കെ പറയും, എന്നാലും പറയണം, അമ്മച്ചിയുടെ പ്രാക്ക് എനിക്കൊരു അനുഗ്രഹമാണ്, അതുകൊണ്ട് ഒന്നുകൂടെ പ്രാഗീരമ്മച്ചി എന്ന് പറയുമ്പോൾ ഇതാ അവർ പള്ളി വരുമ്പോൾ എന്ത് ചെയ്യും, മെഴുകുതിരിയായിട്ട് വരും. പുണ്യാളച്ചൻ പരിശുദ്ധൻ്റെ കബറിങ്ക് എന്ന് പറയും. ദൈവമേ, ഞാൻ എന്നേലും പ്രാഗിയിട്ട് അവന് വല്ലതും കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ അനുഗ്രഹിക്കണേ. അവരുടെ കണ്ണ് നിറയും. പ്രിയമുള്ളവർ ഓർക്കുക, മാതാപിതാക്കന്മാർക്ക് നമ്മളെ എങ്ങനെ ശപിക്കാൻ പറ്റും, നമ്മളെ എങ്ങനെ പഴിക്കാൻ പറ്റും? അതുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിലുള്ള പ്രായമായ വ്യക്തികൾ ഒത്തിരി വൈകല്യങ്ങൾ, കുറവുകൾ, പോരായ്മകൾ ഒക്കെ അവർക്കുണ്ടെങ്കിലും നമ്മളൊക്കെ അവരെ അങ്ങ് സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്, ഓൾഡ് ഏജ് ഹോം. ഓൾഡ് ഏജ് ഹോമിലോട്ട് പിടിച്ച കാശോടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഗതി ഓക്കെ ആയി. കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ 2-ാം ദിവസം തലവണ മന്ത്രം എന്താണെന്നറിയോ? നമുക്കെങ്ങനെയും മാറി താമസിക്കണം കേട്ടോ. പറയരുത്. പ്രായമായ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിച്ച് അവർക്ക് നല്ല മരണം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദൗത്യമാണ്. നമുക്ക് അവരനുഗ്രഹം. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ അവർ കഷ്ടപ്പെട്ട് വളർത്തിയത് നമ്മളാരും മറക്കരുത്. ഓർക്കണം, അവരുടെ ചുക്കിച്ചുളിഞ്ഞ മുഖങ്ങൾ സത്യത്തിൽ നമുക്ക് വേണ്ടി അവർ സഹിച്ച സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ഓർത്തോണം. അതുകൊണ്ട്
നമുക്ക് അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ പ്രായമായ പ്രശ്നക്കാരായ അമ്മച്ചിമാർ അപ്പച്ചന്മാരുണ്ടെങ്കിൽ കൂടുതലങ്ങ് സ്നേഹിക്കുക, കൂടുതൽ അവരെ കരുതുക. പിന്നെ അവർ പറയുന്ന ചില പിടിവാശികളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെ. പിന്നെ മറവി കൂടുതലായിരിക്കും അവർക്ക്. അങ്ങനെ ചില പ്രതിസന്ധി ഉണ്ട്. എനിക്കങ്ങനെ പണ്ടൊരു പ്രതിസന്ധി ഉണ്ടായതാണ്. ഞങ്ങളുടെ വല്യമ്മച്ചി 2-3 പെമ്മക്കളുണ്ട്. പെമ്മക്കളൊക്കെ അന്നത്തെ കാലത്ത് വരുമ്പോൾ ബേക്കറി സാധനമായിട്ടാണ് വരുന്നത്. ബേക്കറി അങ്ങനെയാണ് അന്ന് ബേക്കറി സാധനം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ബേക്കറി ഇല്ല. അപ്പോൾ ഈ വല്യമ്മച്ചിമാർക്കൊരു പ്രത്യേകതയുള്ളത്, എന്നാ കിട്ടിയാലും പാത്തു വെക്കും. അതിപ്പോൾ മീൻകറി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എടുത്ത് ആദ്യം കുറേ നേരം പാക്ക് വെക്കും, ചീഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് എല്ലാവർക്കും കൊടുക്കും. ഇതൊക്കെ സ്ഥിരം വരും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കണ്ടോ, എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെയൊക്കെ മുഖം കാണും പറയും. അപ്പോൾ ഇതുപോലെ ഈ അമ്മച്ചി എടുത്ത് സാധനം പാത്തു വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മച്ചി തപ്പുന്നത് കണ്ടു. അപ്പോൾ എനിക്കറിയാം കുറേ നേരം കഴിയുമ്പോൾ ഇത് പാത്ത് വെച്ചേച്ച് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അതൊന്നും സ്റ്റീമായി കഴിയുമ്പോൾ നമുക്ക് തരുമെന്നറിയാം. എന്തായാലും മക്കളൊക്കെ കൊണ്ടുവന്ന് അതുപോലെ തന്നെ എടുത്ത് എങ്ങാണ്ട് പാത്ത് വെച്ചു. പാത്ത് വെച്ച് കഴിഞ്ഞ് മറന്നുപോയി എവിടെയാന്ന്. തപ്പോട് തപ്പ അവിടെ ഇവിടെയെല്ലാം മൊത്തത്തിൽ തപ്പിയിട്ട് കാണുന്നില്ല. അപ്പോഴാണ് ഞാൻ അതിലെങ്ങാണ്ട് പോയപ്പം ചോദിച്ചു, എടാ നീ വന്നേ. ഞാൻ ചോദിച്ചു എന്നാ? എടാ കുഞ്ഞമ്മ കൊണ്ടുവന്ന് ഒരു പൊതുക്കെട്ട് കണ്ടായിരുന്നു, നീ എങ്ങാനും എടുത്ത് കട്ട് തിന്നോന്ന് ചോദിച്ചു. എനിക്ക് ആകെപ്പാടെ വിഷമായി. എന്നെ കയറി എന്നാ വിളിച്ചത്? കള്ളൻ. എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഈ മോഷണം എന്ന് പറയുന്നൊരു സ്വഭാവം എനിക്കില്ല തീരെ. എൻ്റെ ചേട്ടനൊക്കെ ചുമ്മാവിലൊക്കെ കട്ടൊക്കെ തിന്നുമായിരുന്നു, എനിക്കങ്ങനത്തെ സ്വഭാവമില്ല. അപ്പോൾ എനിക്ക് മനപ്രയാസമായി. ഞാൻ ആകെപ്പാടെ ഒന്ന് കലിച്ചു. വല്യമ്മച്ചിയല്ലേ വല്ലതും പറയാമോ? ഞാൻ ഇറങ്ങി അങ്ങ് പോയി. ദേഷ്യപ്പെട്ട് ഞാൻ പുറത്ത് പോയിരിക്കുക. എന്നാൽ ഈ തള്ള മുടിയാനായിട്ട് എന്നെ കള്ളാന്ന് വിളിച്ചില്ലേ. അങ്ങനെ കലിച്ചിരിക്കുമ്പം അങ്ങടെ അമ്മയിലേ വന്നു. എന്നാടാ പറ്റി? ഞാൻ പറഞ്ഞു ഒരുമിച്ച് എന്നെ കള്ളാന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അത് ആരെയില്ലെന്ന് പോട്ടെ, പ്രായമല്ലേ പോട്ടെ. അതിലേ കയറിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് അമ്മച്ചി തപ്പി എന്ത് ചെയ്തു? അമ്മച്ചിയും അമ്മച്ചിയുടെ മോളും കൂടെ തപ്പി പൊതുക്കെട്ട് കണ്ടെടുത്തു. കണ്ടോ, ബോംബ് കണ്ട പോലെയാണ് അമ്മച്ചി. കണ്ടെടുത്തപ്പോഴാണ് ഞാനിതിലേ പോകുന്നു. എന്നെ നോക്കി പറഞ്ഞു, എടാ കിട്ടിയടാന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാതെ അങ്ങ് പോയി. ഉടനെ പറഞ്ഞു, നീ ഇങ്ങ് വന്നേ, നീ ഇതങ്ങോട്ട് പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ പൊതുക്കെട്ട് തന്നു. പൊതുക്കെട്ട് കിട്ടി. എന്നെ കള്ളനാക്കിയ സാധനം ഇരിക്കുന്നു. ഞാൻ ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. ഉടനെ വല്യമ്മച്ച് ഒരൊറ്റ പറച്ചിൽ, ഇവന് മുതുപിശാച് കയറിയതാ. ഇവൻ്റെ ദേഹത്ത് മുതുപിശാച്. സംഭവം എന്നാ? മറവി. ഇതിന് ശേഷം എൻ്റെ അടുത്ത് പലരും വന്നിട്ടുണ്ട്, മാല കാണുന്നില്ല. എവിടെയെങ്കിലും മാല ഊരി വെക്കും, കാണാതെ വന്നാൽ ഉടനെ പറയും. അത് അവളുടെ അനിയത്തിയോ മറ്റും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തിയുടെ കൊടുത്തു വിട്ടതാ. അതോടുകൂടെ പിന്നെ മരുമകൾ മുറി തൂക്കാനായിട്ട് അകത്തോട്ട് പോലും കയറുകയല്ല എൻ്റെ അമ്മച്ചി. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കരുത്. അപ്പോൾ നമ്മളൊന്നുകൂടി ഒന്ന് അന്വേഷിക്കണം, അല്ലെ നീ ഒന്ന് നോക്കാൻ പറയണം. നമുക്ക് ടെൻഷനാണ്, പോയി എന്നുള്ള ചിന്ത. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. പിന്നെ ചിലർക്ക് ഈ പൈസ എന്നൊക്കെയുള്ള ആഗ്രഹം. ഇതൊക്കെ കാരണം എന്താണ്? ഈ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ കഴുത്തേലേക്ക് കുണുക്കാം. ഇത് കാരണമാണ് അവരിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ കുണുക്കൊക്കെ കിടക്കുന്ന കാരണം ചിലർക്ക് ജീവൻ പോവുകയില്ല. ഒരിക്കൽ ഒരമ്മച്ചിയുടെ മരിക്കാതെ കിടക്കുക. ഞാൻ പറഞ്ഞു കുറച്ച് കാശെടുത്ത് കൈ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഉടനെ കാശ് കൊടുത്തില്ല, ചുമ്മാ കുറച്ച് പേപ്പർ കൊടുത്തേച്ച് പറഞ്ഞു, അമ്മച്ചിയുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട പൈസ വേണ്ടെന്ന് പറഞ്ഞാണ് കൊടുത്തു. അന്നേരം കാറ്റ് പോയി. അപ്പോൾ ഓർക്ക് ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഈ പണത്തോടും സ്വത്തിനോടും ഒക്കെ ഉള്ള ആഗ്രഹമൊക്കെ വിട്ട് നല്ലവണ്ണം കിടക്കുക. ഇന്ന് തന്നെ മരിക്കും. പ്രായമായ അമ്മച്ചിമാർ ഇന്ന് തന്നെ എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഇതാ മിഖായേൽ മാലാഖയും പരിശുദ്ധ യുമാതാവും കൂടെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും. സ്വർഗം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മച്ചി ഭയങ്കരമാണ്. എന്തോ ഒരു സന്തോഷമാണെന്നറിയോ. നമ്മളിപ്പോൾ മുമ്പേ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചപ്പോൾ ഉള്ള അനുഭവം എപ്പോഴും. മാലാഖമാർ ഒരു സൈഡിൽ കൂടെ തമ്പേറടിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? AC കാലാവസ്ഥയാണ്. ഫുഡൊന്നും വേണ്ട, അല്ലാതെ തന്നെ വിശക്കുകയില്ല. അതുകൊണ്ട് നല്ല സ്ഥലമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണേ. അതുകൊണ്ട് അമ്മച്ചിമാരൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം, നല്ല മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആർക്കാ? മരുമകൾക്കല്ല, നമുക്ക്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ പ്രായമായവരെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കളുടെ കാലത്ത് നിങ്ങൾ മക്കളെ കൊണ്ട് അനുഭവിക്കേണ്ടി വരും. അതാ ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, സഹായിക്കാൻ പറ്റുകയില്ല, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. എന്തോ മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ട്, ഇതൊന്നും എടുക്കേണ്ട ക്ലാസ്സല്ല, ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
ഞാൻ ഈ ക്ലാസ്സൊക്കെ എടുക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ തോന്നിക്കുന്ന രീതിയിലാണ്. വേറെ കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്, പക്ഷേ പരിശുദ്ധാത്മാവ് ഇതാ പറയിപ്പിച്ചത്. ആർക്കെങ്കിലുമൊക്കെ ഇത് പ്രയോജനപ്പെട്ട് കാണും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം മണർകാട് പള്ളിയിൽ ധ്യാനയോഗമുണ്ട്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് കൂടുന്ന ഒരു ധ്യാനയോഗം. അപ്പം ഞാൻ അവിടെ ഓടിയെത്തണം. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പോയാൽ ഒരു 4 മണിയോടുകൂടി അവിടെ ചെല്ലും. 4-4:30 ആകുമ്പോൾ അവിടെ ചെല്ലത്തുള്ളൂ. ഒന്ന് നടുവ് നീർത്ത് അടുത്ത സ്ഥലത്തേക്ക് 6 മണിയാകുമ്പോൾ ചെല്ലണം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ അവിടെ ചെന്ന് റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടത്തുള്ളൂ. കുളിച്ച് റെഡിയായി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയ ഉടനെ അങ്ങ് പോകും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ വടക്കം പറവൂർ പള്ളി ഒത്തിരി അനുഗ്രഹമുള്ള പള്ളി, സഭയ്ക്കൊരു അഭിമാനമാണ്. ഇവിടുത്തെ ജനങ്ങൾ സഭയ്ക്കെന്നും അഭിമാനമായി അവർ നെഞ്ചിലേറ്റുന്ന ഇടവകയാണിത്. അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ സാക്ഷ്യമുള്ള ദൈവമക്കളായി തീരണം. അതുകൊണ്ട് ഇവിടെയുള്ള ദൈവത്തിൻ്റെ മക്കൾ സുവിശേഷം നെഞ്ചിലേറ്റുന്നവരായി തീരണം, വിശുദ്ധരായി തീരണം. ഇതാണ് സഭ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വിവാഹമെന്ന കൂദാശയെക്കുറിച്ച് വളരെ ചുരുക്കം കാര്യം പറഞ്ഞുള്ളൂ. ഇത് നിങ്ങളുടെ വിശുദ്ധീകരണത്തിനുള്ളതാണ്. അതിൽ കുരിശുകളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിൽ സഹിക്കുക, തോളിൽ വഹിക്കുക, വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, കുരിശുകൾ തോളിലേറ്റി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളറിയാതെ ആ കുരിശ് വഴി വിശുദ്ധരായിത്തീരും. കുരിശ് വഴി വിശുദ്ധരായിത്തീരും. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരച്ഛൻ്റെ ആത്മകഥ വായിച്ച കാര്യം കൂടെ ഞാൻ ഓർത്തുപോയി, അതുകൂടെ പറഞ്ഞേക്കാം. ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ ധ്യാനപ്രസംഗം ആരംഭിക്കുന്നത്, അദ്ദേഹം മരിച്ചുപോയി, വിദേശിയായിരുന്നു, ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ധ്യാനപ്രസംഗം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷി ഇതായിരുന്നു: അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല ഭക്തയായ സ്ത്രീയായിരുന്നു, നിങ്ങളെപ്പോലെ ഭക്തയായ സ്ത്രീയാണ്. ഇതാ പുള്ളിക്കാരനാണെങ്കിൽ നിരീശ്വരവാദി. അങ്ങനെ നിരീശ്വരവാദിയായ ഭർത്താവിനെ ഈ പെണ്ണ് കെട്ടി. കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരത്തി പ്രാർത്ഥനയും വായനയായി ജീവിച്ചു. പുള്ളിക്കാരന് വിശ്വാസമില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് മാരകമായ ക്യാൻസർ രോഗം വന്നു. 32-ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗം വന്ന് പുള്ളിക്കാരത്തി മരിക്കാറായി. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഭർത്താവ് പറഞ്ഞു: എടി, ദൈവം ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഒണ്ടേ തന്നെ നിൻ്റെ ദൈവം അത്ര നല്ലവനൊന്നുമല്ല. ആയിരുന്നെങ്കിൽ ഇത്രയും ഭക്തയായി ജീവിച്ച നിനക്കിട്ട് ഈ ക്യാൻസർ വെച്ച് തരുമോ? എനിക്ക് ദൈവത്തെ ഭയമില്ല, അതുകൊണ്ട് ദൈവം എന്നെ ഒന്നും ചെയ്തില്ല. നീ ദൈവമേ എന്ന് പറഞ്ഞ് നടന്നു, ദൈവം നിനക്കിട്ട് നല്ല പണി തന്നു, അതുകൊണ്ട് ദൈവം ഇല്ലെന്ന് പറഞ്ഞു. ഒണ്ടേ തന്നെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളുകരുത്. അപ്പോഴും പുള്ളിക്കാരത്തി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. മരിക്കുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ്, 2 ദിവസം മുമ്പ് ഭർത്താവ് അടുത്ത് ചെന്നു. പുള്ളിക്കാരത്തിയോട് ഭയങ്കര സ്നേഹം. കയ്യിലൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു: എടി, നിനക്ക് അവസാനത്തെ ആഗ്രഹം വല്ലതും ഉണ്ടോ? ഡോക്ടർമാർ പറഞ്ഞു നീ മരിച്ചു പോകുന്ന, അവസാന ആഗ്രഹം വല്ലതും ഉണ്ടോ നിനക്ക്? ഉടനെ അവൾ പറഞ്ഞു: ഞാൻ എന്തായാലും മരിക്കും, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോവുകയാണ്, നിങ്ങളിവിടെ അവശേഷിക്കുക. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം, എൻ്റെ മരണശേഷം നിങ്ങൾ സഭയിൽ ചേർന്ന് ഒരച്ഛനാകണമെന്ന്. ഉടനെ ആ ഭർത്താവ് ചോദിച്ചു: എടി, ദൈവവിശ്വാസം ഇല്ലാതെ ഞാൻ ദൈവത്തെ പഠിപ്പിക്കുന്ന അച്ഛൻ എങ്ങനെയാകും? നിനക്ക് നീ വല്ല പൊട്ടിപ്പഴാണോ? ആ പുള്ളിക്കാരൻ പൊട്ടിച്ചിരിച്ചു. നീ നല്ല ആഗ്രഹം വല്ലതും പറ, വല്ലോ ബിരിയാണിയോ ചിക്കൻ ഫ്രൈയോ എല്ലാം വേണേ അത് പറഞ്ഞാൽ മേടിച്ചു കൊണ്ട് തരാം. അതോ സ്വർണ്ണോ എന്തെങ്കിലും വേണം നിനക്ക്? ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം ഇതാ. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ വേദന കൂടി വന്നു. ഭർത്താവിന് താങ്ങാൻ പറ്റിയില്ല. അവൾ വേദന കൊണ്ട് പെടയുന്നത് കണ്ടാണ് അയാൾ വിഷമിച്ചു. അങ്ങനെ വേദനയിൽ പെടഞ്ഞ് ഒരു 4 ദിവസത്തിന് ശേഷം അവൾ മരിച്ചു കഴിഞ്ഞോട് പുള്ളിക്ക് ഭയങ്കര വിഷമായി. പുള്ളിക്കാരൻ ശവാടക്കൊക്കെ കഴിഞ്ഞ് മുറി കയറിയപ്പം അവളുടെ വസ്ത്രങ്ങൾ, സ്വർണം, അവളുടെ പുസ്തകങ്ങൾ, ഡയറി കുറിപ്പുകളെല്ലാം കണ്ടു. അങ്ങനെ ആ ആഭരണങ്ങളൊക്കെ എടുത്തു വെച്ച് കരഞ്ഞ് പുള്ളി ഇരിക്കുന്ന സമയത്താണ് ഒരു ഡയറി തലണക്കീഴ് എടുത്ത് വായിച്ചു നോക്കി. കൊച്ചുപ്രായം മുതൽ അതിനകത്ത് എഴുതിയ കൊച്ചു പ്രാർത്ഥനകൾ. അപ്പം അതിനകത്ത് ഒരു ഭാഗം അവൻ വായിച്ചു: എൻ്റെ ഭർത്താവ് എന്നോട് അവസാനത്തെ ആഗ്രഹം ചോദിച്ച ദിവസം. എൻ്റെ ഭർത്താവ് എന്നോട് അവസാനത്തെ ആഗ്രഹം ചോദിച്ച ദിവസം. എന്നിട്ട് അതിനിടയിൽ എഴുതിയിരിക്കുക: എൻ്റെ കർത്താവേ, എൻ്റെ ഭർത്താവിനെ ഒരു പുരോഹിതനാക്കി ഉയർത്താനും മാത്രമുള്ള വേദനകളാലും സഹനങ്ങളാലും നീ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ഭർത്താവിനെ ഒരു വിശുദ്ധനായ പുരോഹിതനായി ഉയർത്താനും മാത്രമുള്ള വേദനകളാലും സഹനങ്ങളാലും നീ എന്നെ നിറയ്ക്കണമേ. അത് വായിച്ച് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു.
ഈ ദിവസങ്ങളിൽ എൻ്റെ ഭാര്യ കൂടുതൽ വേദനയോടെ പിഴഞ്ഞു മരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നല്ലോ. അപ്പോൾ പുള്ളി ഓർത്തു, അങ്ങനാണെങ്കിൽ ചരിത്രത്തിൽ ദൈവം മനുഷ്യന് വേണ്ടി പിടഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞത് സത്യമല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് ഇതാകാമെങ്കിൽ പിന്നെ ദൈവത്തിന് ഇതാകാൻ മേലെ. അങ്ങനെ ആ മനുഷ്യൻ സഭയിൽ ചേർന്ന് ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വേദനകളും സഹനങ്ങളും നാം ഉയർത്തിക്കൊണ്ട് തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ വലിയ മാനസാന്തരങ്ങൾ നടക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ വിശുദ്ധനാക്കാനും മാത്രമുള്ള, ഭാര്യയെ വിശുദ്ധരാക്കാൻ വേണ്ടിയുള്ള, കുഞ്ഞുങ്ങളെ വിശുദ്ധരാക്കാൻ വേണ്ടിയുള്ള സഹനങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ധ്യാനത്തിലിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ സഹനങ്ങളെല്ലാം മാറ്റണമേ. നിങ്ങളുടെ സഹനം മാറിയാൽ നിങ്ങളുടെ മക്കൾ പെരുവഴിയിൽ. അതുകൊണ്ട് സഹനങ്ങളൊക്കെ ഏറ്റുവാങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കത് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടില്ലേ. നമുക്ക് ഈ ഗാനം ഒന്ന് പാടാം. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ഏറ്റുപാടാം. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ഒരിക്കൽ കൂടി. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദുഃഖത്തിൻ്റെ താഴ്വരയിൽ കുഞ്ഞേ നീ ഏകനല്ല. ദുഃഖത്തിൻ്റെ താഴ്വരയിൽ കുഞ്ഞേ നീ ഏകനല്ല. നിനക്കായ ഗത്സമനിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്. നിനക്കായി ഗെത്സമനിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. ക്രൂശിൻ്റെ മാറിൽ നിന്നും സങ്കടങ്ങളെ ഏറ്റുപാടാം. ക്രൂശിൻ്റെ മാറിൽ നിന്നും സങ്കടങ്ങളെ ഏറ്റെടുക്കാം. ഒരിക്കൽ കൂടി. ക്രൂശിൻ്റെ മാറിൽ നിന്നും സങ്കടങ്ങളെ ഏറ്റെടുക്കാം. ഉദ്ധിതനമേശുവെന്നും നിന്നരികെ കാത്തു നിൽപ്പൂ. ഉദ്ധിതനാം യേശുവെന്നും നിന്നരികെ കാത്തു നിൽപ്പൂ.
ഞാൻ വാടിയിടല്ലേ, സഹനങ്ങൾ കൃപകളാക്കാം യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ